Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yes, good morning. Good morning, ma'am. എല്ലാവരും വന്നിട്ടില്ലല്ലോ, കുറേ പേര് കുറവാ. ഇത്രയും സ്ട്രെങ്ത് അല്ലല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് വരാൻ വൈകണ എന്താ കുട്ടികളൊക്കെ മൺഡേ അല്ലേ, ബിഗിനിങ് ഓഫ് ദ വീക്ക് ആണ്. അപ്പൊ എല്ലാവരും നേരത്തെ കയറുന്നു വിചാരിച്ചു ഞാൻ. എൻഡ് ഓഫ് ദ വീക്ക് ആകുമ്പോഴേക്കും ഇങ്ങനെ കുറഞ്ഞു പോകും. പക്ഷെ ബിഗിനിങ് ആകുമ്പോ എല്ലാവരും ഉണ്ടാവുമല്ലോ എന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്നിട്ടും വളരെ സ്ട്രെങ്ത് കുറവാണ്. 37 ആളുകളെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. 37. ഓക്കെ, നമുക്ക് തുടങ്ങാം. വരുന്നവരൊക്കെ വരട്ടെ. എല്ലാ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ OP ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മൾ പഠിച്ചല്ലോ. പഠിച്ചോ? നിങ്ങൾ പഠിച്ചോ? എല്ലാ ഡിപ്പാർട്ട്മെന്റും പഠിച്ചോ? ഓക്കെ, യാതൊരു സംശയമൊന്നുമില്ലല്ലോ. ഒരു ഡിപ്പാർട്ട്മെന്റിലും എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മൾ കുറച്ചധികം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളെ ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3 നമ്മൾ പറഞ്ഞു. അതിനെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്നിങ്ങനെ ബ്രോഡായിട്ട് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലാസിഫിക്കേഷൻസിൽ വരുന്ന OP ഡിപ്പാർട്ട്മെന്റ് വിച്ച് പ്രൊവൈഡ്സ് OP സർവീസസ്, ഔട്ട് പേഷ്യൻസിന് വരുമ്പോൾ കൊടുക്കുന്ന സേവനങ്ങൾ അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിച്ചു. മൊത്തം എത്ര ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എത്ര മെഡിക്കൽ OP ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിച്ചു? എത്ര എണ്ണം പഠിച്ചു? OP ഡിപ്പാർട്ട്മെന്റിൽ എത്ര എണ്ണം? നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ OP ആർക്കും അറിയാം? പഠിച്ചിട്ടുണ്ടെങ്കിൽ പറയാലോ എത്ര എണ്ണം പഠിച്ചു എന്ന്. ഇനിയെങ്കിലും ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാമോ? കാഷ്വാലിറ്റി എല്ലാവരും പഠിച്ചോ? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഏതൊക്കെയാണ് അതിന്റെ പ്രവർത്തന സമയം, അതിന്റെ പേരുകൾ, മറ്റു പേരുകൾ എന്തൊക്കെയാണ് അതറിയപ്പെടുന്നത്? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇങ്ങനെ പറയല്ലേ, ആ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ തന്നെ സ്വയം ഒരു ഡിപ്പാർട്ട്മെന്റ് വായിച്ചു നോക്കിയിട്ട് അതിനകത്ത് വരുന്ന സബ് ക്വസ്റ്റ്യൻസ്, അതായത് ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ആയിരിക്കാം, അതൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ. ഇപ്പൊ നമ്മള് ആരെങ്കിലും ഉണ്ടാക്കി തരുന്ന ക്വസ്റ്റ്യൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ച് ബെറ്റർ നമ്മൾ ഇത് വായിച്ചു നോക്കുമ്പോൾ യു മേക്ക് യുവർ ഓൺ ക്വസ്റ്റ്യൻസ്. അതിനകത്ത് എന്തൊക്കെയാണ് ഒരു എന്താ പറയാ, നമുക്കറിയാം ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു എക്സാം ആണ്. അപ്പൊ അതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ എന്ത് സാധനമാണെങ്കിലും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ആ സെന്റൻസുകളിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ എന്താ പറയാ ഒരു സാധ്യത, ചാൻസസ് ഉണ്ട് എന്ന് നമുക്ക് തന്നെ സ്വന്തമാക്കി ഉണ്ടാക്കിയാൽ അതിന്റെ ഉത്തരങ്ങൾ നമ്മൾ തന്നെ സ്വന്തമാക്കി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസിയായി. അപ്പൊ പിന്നെ ഈ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന പോലെ LKG സ്റ്റുഡൻസ് പഠിക്കുന്ന പോലെ ക്വസ്റ്റ്യൻ വായിച്ചു അതിന്റെ ആൻസർ പറഞ്ഞു പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അല്ലെ. അപ്പൊ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചു. കാർഡിയോളജി എന്നിക്കോൾട്ടാ എത്ര ഉണ്ട് നിങ്ങൾ എണ്ണനെ? കാർഡിയോളജി സെക്കൻഡ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞത്. അനസ്തേഷ്യോളജി അതിന്റെ 3 മേജർ ആയിട്ടുള്ള ഏരിയാസ്, 3 രീതിയിലുള്ള അനസ്തേഷ്യാസ് ആണ് ഹോസ്പിറ്റലിൽ സാധാരണ ഉള്ളത്. ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ ആൻഡ് റീജിയണൽ അനസ്തേഷ്യ. പിന്നെ നമ്മൾ പഠിച്ചത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. 4മത്തെയാണ് ഡെർമറ്റോളജി. 5 ഇയർ നോസ് ത്രോട്ട് ENT ഡിപ്പാർട്ട്മെന്റ്. 6 എൻഡോക്രൈനോളജി. 7 ജെറിയാട്രിക്സ്. ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് റിമെമ്പർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. 8മത്തെയാണ് ജനറൽ മെഡിസിൻ. 9മത്തെയാണ് ഗാസ്ട്രോ എൻട്രോളജി. 10 അതിന് മുമ്പുണ്ട് 11 ഹെപ്പറ്റോളജി.
12 ഗൈനക്കോളജി, ഓബ്സ്റ്റട്രിക്സ് 13, ന്യൂറോളജി 14, നെഫ്രോളജി 15, ന്യൂക്ലിയർ മെഡിസിൻ അതിനകത്ത് വരുന്ന 2 മൊഡാലിറ്റീസ് സ്പെക്റ്റും പെറ്റും ഒക്കെ അതിന്റെ ഫുൾ ഫോം കേട്ടാ. അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പഠിക്കാനായിട്ട്. ഓങ്കോളജി 16, ഒഫ്താൽമോളജി 17, then ഓർത്തോപെഡിക്സ് 18, പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജി 19, സൈക്യാട്രി 20, പൾമനോളജി 21, പ്ലാസ്റ്റിക് സർജറി 22 ആൻഡ് യൂറോളജി ആൻഡ് ആൻഡ്രോളജി 23. ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിച്ചു. എല്ലാവരും പഠിച്ചോ എന്നാണ് എന്റെ ചോദ്യം. നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നു. എല്ലാവരും പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടാ? കുറച്ച് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഒരാളോ രണ്ടാളൊക്കെയോ തമ്പൊക്കെ ഇടുന്നുള്ളൂ. ഓക്കെ, എല്ലാം മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇനി കുറെ കഴിഞ്ഞ് ആ ചാപ്റ്റർ തീർന്ന് അതിന്റെ അപ്പുറത്തെ തിരിഞ്ഞ് കഴിയുമ്പോ പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ഫുൾ ഫോം ഒക്കെ നോട്ടിലുണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്കിലെ നോട്ടിലില്ലേ? മനസ്സിലായില്ല? എക്സാമില് നോട്ടിലുണ്ടല്ലോ. അതെ, നോക്ക്, അവിടെ തന്നെ എഴുതിച്ചിട്ടുണ്ടല്ലോ, പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മള് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എക്സാമിലും ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലേ? ഏത് എക്സാം? മറ്റേ മോക്ക് ടെസ്റ്റ് തരുന്നതാണോ അവിടെ? ഒന്ന് പറയോ, ആരാണ് അത് പറഞ്ഞേ? മോക്ക് ടെസ്റ്റില് അയ്യോ ഓപ്ഷനിൽ ആൻസർ ഉണ്ടായില്ലെന്നോ? ഇതാണോ പറയണേ? ആണോ? പ്ലീസ് ഒന്ന് പറഞ്ഞേ. ഞാൻ സൗണ്ട് ഓൺ ആക്കാം. സൗമ്യ, എന്തായി പറ്റിയത് പറയാമോ? ടീച്ചറെ, അതില് ഡൗട്ട് ഉണ്ടായിരുന്നേ. മോക്ക് ടെസ്റ്റില് ക്വസ്റ്റ്യനില് പൊസിട്രോൺ എമിഷൻ എന്നുള്ളത് ഉണ്ടായിരുന്നില്ല, വേറെ ആയിരുന്നു. പൊസിട്രോൺ എമിഷന്റെ ടോമോഗ്രഫി ഉണ്ടായിരുന്നില്ലേ? ആണോ? അങ്ങനെയാണോ എല്ലാവരും പറയുന്നത്? സരിത പറയുന്ന കുട്ടി എന്നിട്ട് എനിക്ക് അയച്ചു തന്നായിരുന്നു, ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടി തന്നെയാണ്. അപ്പൊ ഇനി ടീച്ചർ ക്ലാസ് എടുക്കുമ്പോ എന്തായാലും ഓടിച്ചെടുക്കുമ്പോ ഡൗട്ട് ക്ലിയർ ചെയ്യാച്ചിട്ട് തന്നെയായിരുന്നു. പൊസിട്രോൺ തന്നെയാണ് അല്ലെ? കൺഫേം അത് തന്നെയല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തെങ്കിലും ഞാൻ നോക്കാം. മോക്ക് ടെസ്റ്റിൽ ഞാൻ ആൻസറിൽ കൊടുത്തേക്കണേൽ അവിടെ ഇല്ലാന്നായിരിക്കോ പറയണേ? ഞാൻ നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണേ. ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പ്രിന്റഡ് നോട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിനകത്ത് ഉണ്ടല്ലോ, അങ്ങനെ തന്നെയാണത് കേട്ടോ. അതില് തെറ്റൊന്നുമില്ല, അത് തന്നെയാണ് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് തന്നെയാണ്. ഞാൻ ഏതെങ്കിലും ഞാൻ അവർക്ക് ക്ലിയർ ആവാനായിട്ട് നമ്മൾ നോട്ടിൽ എഴുതി കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കോപ്പി ചെയ്തോണ്ട് ചിലപ്പോൾ സ്പെല്ലിംഗ് എന്തെങ്കിലും മനസ്സിലാവത്താണെങ്കിൽ നോക്കിക്കോളാം. ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ കറക്റ്റ് ചെയ്തേക്കാം. സോ അപ്പൊ നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ OP ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന OP ഡിപ്പാർട്ട്മെന്റ് സർവീസസ് നൽകുന്ന OP ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ ഈ 10-23 പഠിച്ചത്. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെ. അതിൽ ഒന്നാമത്തെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് കണ്ടത്. ഈ പറയുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഇൻപേഷ്യന്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ഔട്ട് പേഷ്യന്റ് സർവീസസ്. ഇൻപേഷ്യന്റിന് കൊടുക്കുന്ന കുറച്ച് സേവനങ്ങൾ, പേഷ്യന്റിന് വാർഡുകൾ, പേഷ്യന്റിന് റൂംസ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. വെറ്റേണിറ്റി വാർഡ്, അതൊക്കെ ഇൻപേഷ്യന്റ് സർവീസസ് ആണ്. ഇൻപേഷ്യൻസിന് നൽകുന്ന ചില പ്രധാനപ്പെട്ട സർവീസസ് ആണ്. പിന്നെ OP-യിൽ വരുന്നതാണ് നമ്മൾ കുറച്ച് അധികമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് പഠിച്ചു തീർത്തത്. നൗ ദ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ലെറ്റ്സ് ഗോ ത്രൂ ദ ഡിപ്പാർട്ട്മെന്റ്. സപ്പോർട്ടീവിൽ വരുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്ന് അവിടെ ഓരോന്നോരോന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻസും തൊട്ട് താഴെ തന്നെയുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഓരോന്നോരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നോക്കി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്ലിനിക്കൽ ലബോറട്ടറീസ്. ഇതൊക്കെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ് കേട്ടോ. ക്ലിനിക്കൽ ലബോറട്ടറി, റേഡിയോളജി ഒക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന സപ്പോർട്ടീവിനെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയായിട്ട്? തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ്, ഇങ്ങനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലിനിക്കൽ ലബോറട്ടറീസ് അതുപോലെ റേഡിയോ ഡയഗ്നോസ്റ്റിക് സർവീസസ്, ഇത് രണ്ടും നമ്മുടെ ഡയഗ്നോസ്റ്റിക് വിഭാഗത്തിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. പക്ഷെ ഓൾ ദീസ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ നമ്മളിങ്ങനെ തെറാപ്യൂട്ടിക് ആയിക്കോട്ടെ, ജനറൽ ആയിക്കോട്ടെ, ഡയഗ്നോസ്റ്റിക് ആയിക്കോട്ടെ, ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഇതിനെല്ലാം കൂടി കളക്റ്റീവ് ആയിട്ടാണ് നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ അങ്ങനെ പ്രത്യേകം മെൻഷൻ ചെയ്ത് ഇവിടെ പറയുന്നില്ല. ഫസ്റ്റ് പേജിൽ നമ്മൾ അതിങ്ങനെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ടേബിൾ പിക്ചർ പോലെ അവിടെ തന്നിട്ടുണ്ട് എങ്ങനെയാണെന്ന് അത് വന്നേക്കുന്നത് അല്ലെ.
അപ്പോൾ ക്ലിനിക്കൽ ലബോറട്ടറീസ്, റേഡിയോ ഡയഗ്നോസിസ് സർവീസസ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ ഫാർമസി, മെഡിക്കൽ റെക്കോർഡ്സ്, ഹൗസ് കീപ്പിംഗ്, ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ്, IT and communication, medical social service, physiotherapy, medical maintenance and engineering, and the last one, purchasing department, material management. Okay, so ഡോക്ടേഴ്സിനകത്ത് തെറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ അത് ക്ലിയർ ചെയ്തോളാം. ഞാൻ നോക്കിയിട്ട് ഇപ്പൊ നമ്മൾ ക്ലാസ്സിന്റെ ഇടയിൽ ബ്രേക്ക് ചെയ്യുന്നല്ലോ. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേക്കാം, ഞാൻ നോക്കിയേക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്തോളാം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന മെഡിക്കൽ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ജനറൽ, തെറാപ്യൂട്ടിക്, ഡയഗ്നോസ്റ്റിക് അങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല എന്നാണുള്ളത്. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് എന്താ പറയുക, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തല്ലേ കേട്ടോ. ഈ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് കൂടി ഒരുമിച്ചാണ് ഒറ്റ ഹെഡിങ്ങിൽ നമുക്ക് ഈ പറയുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് തന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ് നമുക്ക് ഓരോന്ന് പഠിക്കാം. ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ക്ലിനിക്കൽ ലബോറട്ടറീസ്. എന്താണ് ലബോറട്ടറി അല്ലെങ്കിൽ ലാബ്? ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടിയിട്ട് നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ വരുമ്പോൾ നമുക്കിപ്പോ ഒരു പനി, ചുമ, സ്വാഭാവികമായിട്ട് സാധാരണ എന്താ പറയാ ചില കാലാവസ്ഥ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന പനിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ എഴുതുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു എന്താ പറയാ ഡേയ്സിലൊക്കെ ഉണ്ടാകുന്ന ചില ഈ പറയുന്ന വൈറൽ ഫീവറോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനുള്ള മരുന്നൊക്കെ നമുക്ക് ഡോക്ടേഴ്സ് തന്നുവിടും അല്ലെ. പക്ഷെ അത് കഴിച്ചു നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇത്ര ദിവസം എന്തായാലും ഉണ്ടാകുന്നൊക്കെ ഡോക്ടേഴ്സ് എന്നെ സജസ്റ്റ് ചെയ്യും. 5 ദിവസമൊക്കെ ഉണ്ടാവട്ടെ, അപ്പൊ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ. ആ ഒരു സാധാരണഗതിയിൽ ഓടി നടക്കുന്ന പനികളാണെങ്കിലാണ് അങ്ങനെ സജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് 5 ദിവസവും കഴിഞ്ഞു, 6 ദിവസവും കഴിഞ്ഞു, പിന്നെയും പനി വീണ്ടും ആ മരുന്നൊക്കെ തീർന്നിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഇത്ര ദിവസമൊക്കെ മരുന്ന് കഴിച്ചു എന്നിട്ട് മാറിയില്ല. സോ നമ്മൾ ഹോസ്പിറ്റലിൽ പിന്നീട് വരുമ്പോൾ ഡോക്ടേഴ്സ് വേണമെങ്കിൽ ചില കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മൾ വിചാരിച്ച പോലത്തെ ആ കാര്യമല്ല. ചിലപ്പോൾ ചില പനികളൊക്കെ സിംറ്റംസ് ഓഫ് എനി അതർ ഡിസീസ്, മറ്റേതെങ്കിലും രോഗങ്ങളുടെ ചില ലക്ഷണങ്ങളായിട്ടും പനികളൊക്കെ വരാറുണ്ട്. പനി മാത്രമല്ല മറ്റു ചില രോഗങ്ങളൊക്കെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. അപ്പൊ ഡോക്ടേഴ്സ് പല രീതിയിലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. നമ്മുടെ ബോഡിക്ക് അകത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡുകൾ അല്ലെ, നമുക്കറിയാം യൂറിന്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഫ്ലൂയിഡ് ഒക്കെ ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തെടുത്ത് ലാബുകളിൽ, ക്ലിനിക്കൽ ലാബിൽ വെച്ചിട്ട് പെർഫോം ലാബ് ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് അതിന്റെ റിസൾട്ടിന്റെ ബേസിസിലാണ് ഫർദർ ട്രീറ്റ്മെന്റ് ആ ഒരു പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോ ചിലർക്ക് യൂറിനറി ഇൻഫെക്ഷൻ, സാധാ പനിയല്ല, അത് യൂറിൻ ഇൻഫെക്ഷൻ്റെതാണ് എന്ന് മനസ്സിലാക്കുന്നത് ദേ ഹാവ് ടു ടെസ്റ്റ് ദ യൂറിൻ ഓഫ് ദ പർട്ടിക്കുലർ പേഷ്യന്റ് അല്ലെ. ആ പേഷ്യന്റിന്റെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് അപ്പൊ ശരി ഇതിനുള്ള മരുന്നാണ് വീണ്ടും അവര് കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ലബോറട്ടറി എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഒരു രോഗം വന്ന് അവർ തരുന്ന മരുന്ന് കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആകണം അല്ലെങ്കിൽ ഹീൽ ആവണമെന്ന് നിർബന്ധമില്ല ഒരു ഡിസീസ് അല്ലെ. ഫർദർ ചെക്കോ ഇൻവെസ്റ്റിഗേഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ രോഗം ഭേദമായില്ലെങ്കിൽ ദേ ഹാവ് ടു മേക്ക് സം ഡയഗ്നോസിസ് ടെസ്റ്റ്. അതിന് വേണ്ടിയിട്ട് രോഗനിവാരണത്തിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തണം. ആൻഡ് ഇറ്റ് ഈസ് ഡൺ ത്രൂ ലാബുകൾ വഴിയാണ് ഇത് ചെയ്യാം. ലാബുകളിലെ പ്രധാനമായിട്ടും 6 ഫീൽഡ്സ് ഓഫ് ടെസ്റ്റുകളാണ് നമ്മുടെ ശരീരത്തിൽ എടുക്കുന്ന ആ ഒരു ഫ്ലൂയിഡ്, ഏത് ബോഡി ഫ്ലൂയിഡ് ആയിക്കോട്ടെ അത് എടുത്തിട്ട് 6 രീതിയിലുള്ള ടെസ്റ്റുകളാണ് സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ കോമൺ ആയിട്ട് ഒരു ലാബിൽ നടക്കുന്നത്. ദേ ആർ കോൾഡ് ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സീറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. ഈ 6 മെയിൻ ഫീൽഡ് ഓഫ് ടെസ്റ്റുകൾ ആകെയുള്ളൂ ഹോസ്പിറ്റൽസിൽ. മനസ്സിലായോ? ക്ലിനിക്കൽ ലാബിൽ പെർഫോം ചെയ്യുന്ന 6 മെയിൻ ഫീൽഡ്സ് ഓഫ് ടെസ്റ്റുകളാണ്. പേരുകൾ ഇതാണ്: ബാക്ടീരിയോളജി, which relates to living things അല്ലെ, ലിവിങ് ഓർഗാനിസംസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ലിവിങ് ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിനകത്തുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ വേർബ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തണമെങ്കിലും നമ്മുടെ ബോഡിയിൽ നിന്നും പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ്. പിന്നെ ബയോ കെമിസ്ട്രി, അത് ഒരു കെമിക്കൽ ടെസ്റ്റ് ആണ്. നമുക്ക് എന്താ പറയാ ഇത്തരം ലിവിങ് ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിലുള്ളത് കൊണ്ട് അതുങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, ആ ഒരു കെമിക്കൽ പ്രോസസ്സിംഗ് നമ്മുടെ ശരീരത്തിൽ നടക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ചില രോഗങ്ങളൊക്കെ ഉണ്ടാകും. സോ ദേ ഹാവ് ടു മേക്ക് ഓർ സ്റ്റഡി അക്കോർഡിംഗ് ടു ദ ബയോകെമിസ്ട്രി ടെസ്റ്റ്. ബയോകെമിസ്ട്രി ടെസ്റ്റ് നടത്തിയിട്ടാണ്
അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തി ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആ രോഗിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹിസ്റ്റോളജി അതൊരു മൈക്രോസ്കോപ്പിക് സ്റ്റഡിയാണ്. ഹിസ്റ്റോളജി എന്ന് പറയുന്നത് നമ്മുടെ ടിഷ്യൂസ് അതുപോലെ തന്നെ നമ്മുടെ ഓർഗൻസ് അതൊക്കെ മൈക്രോസ്കോപ്പിൽ കൂടി എടുത്തിട്ട് സെക്ഷൻ ചെയ്തോ സ്റ്റെയിൻ ചെയ്തോ ഒക്കെ കണ്ടറിയില്ലേ. നമ്മൾ ബ്ലഡ് ഒക്കെ എടുത്തിട്ട് അവര് എന്താ പറയാ ഒരു ചെറിയൊരു ഗ്ലാസ് ഷീറ്റിനകത്താണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്താ പറയുക ഒരു ചെറിയൊരു തോണ്ട് പോലെ കൊടുത്തിട്ടൊക്കെയാണല്ലോ മൈക്രോസ്കോപ്പിന്റെ അടി വെച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. അത് അങ്ങനെയുള്ള ടെസ്റ്റുകൾ. അപ്പൊ ഈ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ടിഷ്യൂസും അതുപോലെ തന്നെ ഓർഗൻസും ഒക്കെ ഇതുപോലെ എടുത്തിട്ട് എന്താ പറയാ ഈ പറയുന്ന മൈക്രോസ്കോപ്പിന്റെ അടിയിൽ കൂടി വെച്ചിട്ട് അതിൽ കൂടിയുള്ള പഠനം അതിന് വേണ്ടിയിട്ടാണ് അതിനെയാണ് നമ്മൾ ഹിസ്റ്റോളജി എന്ന് വിളിക്കുക. സീറോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആന്റിബോഡീസ് ടെസ്റ്റ്. അതൊരു ആന്റിബോഡി ടെസ്റ്റ് ആണ് ഈ സീറോളജി എന്ന് പറയുന്നത്. അതായത് ഇഫ് യു ഹാവ് എനി പ്രീവിയസ് വൈറൽ ഇൻഫെക്ഷൻസ്, നമുക്ക് ഈ പറയുന്ന ചില രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലില്ലേ പണ്ട് നേരത്തെ വന്നേക്കുന്ന ചില ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള രോഗങ്ങളിൽ നിന്നും ഉണ്ടാകാവുന്ന ചിലപ്പോൾ ആഫ്റ്റർ ഇഫക്റ്റ് ആയിരിക്കാം പിന്നീട് വരുന്ന ചില രോഗങ്ങളെ. അപ്പൊ അങ്ങനെയുള്ള പ്രീവിയസ് ആയിട്ടുള്ള ചില വൈറൽ ഇൻഫെക്ഷൻസ്, ഇപ്പൊ ഉദാഹരണം ഇപ്പൊ കൊറോണയൊക്കെ വന്ന് നമുക്ക് ഒരുപാട് ഇഞ്ചക്ഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അല്ലെ. ചില ആളുകൾ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അതന്ന് കൊറോണയുടെ ഇഞ്ചക്ഷൻസ് എടുത്തതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് എന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നേരത്തെ കൂട്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അത്തരം ടെസ്റ്റുകൾ നടത്തും. അതിനെയാണ് ആന്റിബോഡി ടെസ്റ്റ് എന്ന് വിളിക്കുക. നമുക്ക് അങ്ങനെ ഉണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷൻസിന്റെ ഫലമായിട്ടുണ്ടായ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ പിന്നീട് നമുക്ക് പല രോഗങ്ങൾ വരും. അതുപോലെ തന്നെ ആ വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ട് ഹൗ ദ ബോഡി ഇമ്മ്യൂൺ ടു ദാറ്റ് പർട്ടിക്കുലർ ഡിസീസ്, അത്തരം വൈറൽ ഇൻഫെക്ഷൻസിന് നമ്മുടെ ബോഡി എങ്ങനെ ഇമ്മ്യൂൺ ചെയ്തു, അതായത് പ്രതികരിച്ചു അല്ലെ പ്രതിരോധിച്ചു എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ഏതെന്ന് വിളിക്കുന്നത് ആന്റിബോഡി ടെസ്റ്റുകളാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക സീറോളജി എന്ന് വിളിക്കുക. അതുപോലെ ടെസ്റ്റുകൾ നടത്താറുണ്ട്. പിന്നെ ഹെമറ്റോളജി ബ്ലഡ് സെൽസ് അതിനെയൊക്കെ എടുത്തിട്ട് പഠിക്കുന്നതാണ് ഹെമറ്റോളജി എന്ന് പറയുന്ന ടെസ്റ്റ്. പിന്നെ അതുപോലെ തന്നെയുള്ളതാണ് സൈറ്റോളജി, സ്റ്റഡി ഓഫ് അവർ സെൽസിനെ കുറിച്ചിട്ട് നമ്മുടെ കോശങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം. അതുപോലെ തന്നെ കോശങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ അതിന്റെ സ്ട്രക്ചർ അതിന്റെ ഒറിജിൻ ചില സെൽസിനെ കുറിച്ച് പഠിച്ചിട്ടൊക്കെയാണ് ആളുകൾ ഡിസീസസിന്റെ കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുക ഡോക്ടേഴ്സ്. അപ്പൊ ഇത്തരം പ്രധാനപ്പെട്ട 6 ഫീൽഡ് ഓഫ് സ്റ്റഡീസ് ആണ് ഏതിൽ വരാ ലബോറട്ടറിയിൽ വരാം കേട്ടോ. ബാക്ടീരിയോളജി, മൈക്രോ ഓർഗാനിസംസ് അതായത് ലിവിംഗ് ഓർഗാനിസംസ് ഇൻ അവർ ബോഡി അതിനെ കുറിച്ചുള്ള പഠനം. എഴുതിത്തരാം ഒന്നുകൂടി കേൾക്കാം. ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലിവിംഗ് ഓർഗാനിസംസ് ഹൗ ദേ മേക്ക് ഓർ കെമിക്കൽ പ്രോസസിംഗ് മെയ്ഡ് ബൈ സച്ച് ലിവിംഗ് ഓർഗാനിസംസ്. നമ്മുടെ ശരീരത്തിൽ ഇത്തരം ലിവിംഗ് ഓർഗാനിസംസ് വരുത്തിക്കൂട്ടുന്ന ചില കെമിക്കൽ പ്രോസസിംഗ് അതുകൊണ്ട് അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്ന ടെസ്റ്റ് നടത്തുന്നത്. ഹിസ്റ്റോളജി എന്ന് പറയുന്നത് എന്താ പറയാ ഒരു മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് അവർ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. നമ്മുടെ ടിഷ്യൂസിനെയും ഓർഗൻസിനെയും കുറിച്ചിട്ടുള്ള മൈക്രോസ്കോപ്പിക് സ്റ്റഡിയാണ്. അത് സ്റ്റെയിനിങ്ങിലൂടെ സെക്ഷനിങ്ങിലൂടെ ഒക്കെയാണ് ഇവർ ഇത് എക്സാമിൻ ചെയ്യുന്നത്. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നടത്തിയിട്ടാണ് അത്തരം റിസൾട്ട് കണ്ടിട്ടാണ് പിന്നെയുള്ള ഫർദർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. സീറോളജി എന്ന് പറയുന്നത് ആന്റിബോഡി ടെസ്റ്റ് ആണ്. വെദർ വി ഹാഡ് എനി വൈറൽ ഇൻഫെക്ഷൻസ് ആൻഡ് ഹൗ അവർ ബോഡി ഇമ്മ്യൂൺസ് ടു ദാറ്റ് പർട്ടിക്കുലർ ഡിസീസ്. അത്തരം വൈറൽ ഇൻഫെക്ഷൻസിനെ എങ്ങനെ നമ്മുടെ ശരീരം പ്രതിരോധിച്ചു എന്നൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആന്റിബോഡി ടെസ്റ്റ് ആണ് സീറോളജി. ഹെമറ്റോളജി is the study of blood and blood cells. blood cellsനെ കുറിച്ചൊക്കെ പഠിച്ച് ചില ബ്ലഡിന്റെ കൗണ്ട് കുറഞ്ഞു പോകുക അല്ലെ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. പ്ലേറ്റ്ലെറ്റ്സിന്റെ അളവ് കുറയുക അങ്ങനെയൊക്കെ വരുമ്പോ അതൊക്കെ ചില രോഗങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രകടമാകും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അത് ചിലപ്പോൾ ആദ്യം അവർ കാണുന്ന ആ രോഗത്തിന് മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ അത് മാറിയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തും. അപ്പൊ ഹെമറ്റോളജി ടെസ്റ്റ് ആണ്. ആൻഡ് ദ സൈറ്റോളജി ഇസ് ദ സ്റ്റഡി ഓഫ് സെൽസ് ആൻഡ് ഇറ്റ്സ് സ്ട്രക്ചർ ഇറ്റ്സ് ഒറിജിൻ. ആ ഒരു സെല്ല് എവിടെ നിന്നുണ്ടായി അതെങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്താണെന്നൊക്കെ പഠിച്ച് അപ്പൊ സെൽസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുമാണ് അല്ലെങ്കിൽ ഈ 6 ഫീൽഡ് ഓഫ് ലാബ് ടെസ്റ്റുകളാണ് നമ്മുടെ ലബോറട്ടറിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. എന്താ കുഴപ്പം? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നെറ്റ് കട്ടായി സോറി എന്റെ വോയിസ് ബ്രേക്ക് ആയി പോകുന്നോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രം ഒരു പർട്ടിക്കുലർ ആൾക്ക് മാത്രമാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് ലീവ് ചെയ്തിട്ട് അപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ റേഞ്ചുള്ള സ്ഥലങ്ങളിലേക്ക് ഒന്നും കൂടി മാറിയിരിക്കാൻ നോക്കാട്ടാ.
Okay, and for what purpose these tests are made? ഇത്തരം diagnostic ടെസ്റ്റുകൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? It is to help the medical staff. It is to assist the medical staff or doctors to confirm about our disease and also to provide the treatment according to that test and also to prevent that disease. അപ്പോൾ ഈ പറയുന്ന ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെഡിക്കൽ സ്റ്റാഫിനെയും ഡോക്ടേഴ്സിനെയൊക്കെ അസിസ്റ്റ് ചെയ്യാൻ, നമ്മുടെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ, അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ, അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത്തരം ടെസ്റ്റുകളൊക്കെ നടത്തുന്ന സ്ഥലമാണ് ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിനിക്കൽ ലബോറട്ടറി മനസ്സിലായോ? അതിന്റെ 6 ടെസ്റ്റുകളുടെ എക്സ്പ്ലനേഷൻ ഞാൻ ഒരു ഇച്ചിരി അവിടെ എടുത്തിട്ട് പറയാം കേട്ടോ. ഇടയിൽ പറയുമ്പോൾ നമ്മുടെ ക്ലാസ് നീങ്ങില്ല. ഞാൻ പറഞ്ഞോളാം, ഞാൻ പറഞ്ഞതെന്ന് തോന്നില്ല. ലാസ്റ്റ് അപ്പൊ എനിക്കൊരു കാൽക്കുലേഷനിൽ ലാസ്റ്റ് ഒരു 5 മിനിറ്റോ കൊണ്ട് എഴുതി തരാൻ പറ്റുന്ന നോട്ടാണെങ്കിൽ അത്രയും സമയം ഞാൻ ബാക്കി വെച്ചിട്ട് നിർത്തിക്കോളാം. ഓക്കെ, യെസ്. Then the second supportive department is radiology. ഇനി രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് അറിയാമോ? നമ്മുടെ സൈറ്റോളജി എന്ന് പറഞ്ഞ സെൽസിനെ കുറിച്ച്, കോശമില്ലേ, കോശം നമ്മുടെ സെൽസുകളെ കുറിച്ചിട്ടുള്ള പഠനം. സെൽസ്, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഒറിജിൻ, ഓക്കെ, അതിനെ കുറിച്ചിട്ടുള്ള പഠനം. ആ സെല്ലിനെ കുറിച്ച് പഠിച്ച് ചിലപ്പോ ചില രോഗങ്ങൾക്ക് സെൽസിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള പഠനം നടത്തിയിട്ടായിരിക്കും ആ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ എഴുതി തരാം, പേടിക്കണ്ട. എന്തായാലും അതൊക്കെ നമ്മൾ കുറച്ചെങ്കിലൊക്കെ അറിഞ്ഞിരിക്കണം അല്ലെ? ഇവിടെ നമ്മൾ ആ പേര് പറഞ്ഞ് പഠിച്ചാൽ പോലെ. ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, സിറോളജി, ഹിസ്റ്റോളജി, ഹെമറ്റോളജി, സൈറ്റോളജി ടെസ്റ്റുകളാണ് ക്ലിനിക്കൽ ലബോറട്ടറീസിൽ നടക്കുന്നതിന് മാത്രം അറിഞ്ഞാൽ പോലെ. നമുക്ക് എന്തിനെ കുറിച്ചുള്ള പഠനം കൂടി ജസ്റ്റ് ഒരു സെന്റൻസ് എഴുതി വെക്കാം. അപ്പൊ റേഡിയോളജി ആണ്. ഇനി രണ്ടാമത്തെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് റേഡിയോളജി ആണ് അല്ലെ? ഇതും ഒരു ഡയഗ്നോസ്റ്റിക് രീതിയാണ്. നമ്മുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള മറ്റൊരു രീതിയാണ് ഏത്? റേഡിയോളജി. നമ്മുടെ ശരീരത്തിൽ നിന്ന് ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ രക്തം, മലം, മൂത്രം, കഫം അതൊക്കെ എടുത്ത് പരിശോധിക്കുമല്ലോ. ഇത് കൂടാതെ അപ്പൊ അതൊക്കെ ബോഡിക്ക് അകത്തുനിന്ന് പുറത്തെടുത്ത് പരിശോധിച്ചിട്ട് ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും ഡോക്ടേഴ്സിന് അല്ലെ? പക്ഷേ ഇത് കൂടാതെ നമ്മുടെ ചില ബോഡി ഓർഗൻസ്, ഇന്റേണൽ ഓർഗൻസിന്, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ചില അവയവങ്ങളുടെ അതിനെ ബാധിക്കുന്ന ചില രോഗങ്ങളുണ്ട് അല്ലെ? ഇപ്പൊ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ അവയവങ്ങളെയൊക്കെയാണ് ബാധിക്കുക. അപ്പൊ അത്തരം അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് ഈ ഒരു രീതി പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട്, അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മറ്റൊരു ഡയഗ്നോസിസ് രീതിയാണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ടു അസിസ്റ്റ് ദ ഫിസിഷ്യൻ. ഇതും എന്തിനു വേണ്ടിയിട്ടാണ്? ഡോക്ടേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ രോഗം എന്താണെന്ന് ഡയഗ്നോസിസ് ചെയ്യാൻ, അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ അല്ലെ? അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് റേഡിയോളജി. ഇത് രണ്ടും ബോത്ത് സെയിം തന്നെയാണ്. പക്ഷെ രണ്ടിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് വേറെയാണെന്ന് മാത്രം. ഒന്നില് ലാബ്, ക്ലിനിക്കൽ ലാബ്സിൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് അകത്തുനിന്ന് പുറത്തെടുത്ത് ലാബിൽ വെച്ച് അത് എന്ത് ചെയ്തു, അവരുടേതായ രീതിക്ക് അത് ടെസ്റ്റ് നടത്തുന്നു. അന്നത്തെ രോഗം എന്താണെന്ന്, പേഷ്യന്റിന്റെ രോഗം എന്താണെന്ന് ഡയഗ്നോസിസ് ചെയ്തെടുക്കുന്നു. രണ്ടാമത്തേത് റേഡിയോളജിക്കകത്ത് ശരീരത്തിനകത്തോട്ടേക്ക് നമ്മളിപ്പോ എന്താ പറയാ ഈ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ദേ യൂസ് റേഡിയോഗ്രാഫി, fluoroscopy, radio isotopes, and also high accelerated, high voltage acceleration. നല്ല ഹൈ വോൾട്ടേജ് ഉള്ള റേസ്. അതെ, റേഡിയോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ റേസ് ഉപയോഗിച്ച്, എക്സ്റേ ഒക്കെ അതൊരു ഉദാഹരണമാണ്. അവിടെ അതിനുള്ള കാര്യങ്ങൾ അവിടെ താഴെ പറയുന്നുണ്ട്. റേസ് ശരീരത്തിനകത്തേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഇവിടുന്ന് അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കുക. പുറത്തുനിന്ന് എടുത്ത് പഠിക്കുന്നത് ക്ലിനിക്കൽ ലാബ്സിലാണ്. റേഡിയോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇത്തരം റേസ് കടത്തി വിട്ടിട്ട് they have to find out in which part of our body അത്തരം രോഗങ്ങൾ ശരീരത്തിന് ഏത് ഭാഗത്തെ ബാധിച്ചിരിക്കുന്നു. ഇന്റേണൽ ഓർഗൻസ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് റേസ് അകത്തേക്ക് കടത്തി വിട്ട് അത് ഡയഗ്നോസിസ് ചെയ്ത് എന്താ പറയാ, ഇപ്പൊ സ്ക്രീനിൽ കമ്പ്യൂട്ടറിനെ എന്താ പറയാ കണക്ട് ചെയ്ത് ആ രോഗം എവിടെയാണെന്നൊക്കെ നമുക്ക് ഇപ്പൊ അവിടെ ഡിസ്പ്ലേ ചെയ്തൊക്കെ സ്ക്രീനിലൊക്കെ കാണിച്ചു തരാറുണ്ട് ഡോക്ടേഴ്സ്. ചില രോഗങ്ങൾക്ക് അല്ലെ ഇന്ന ശരീരത്തിന്റെ ഇവിടെയാണ് കേട്ടോ, വയറിന്റെ ഈ ഭാഗത്താണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവര് നമുക്ക് സ്ക്രീനിലേക്ക് ആക്കിയിട്ട് അവർ നമ്മളെ കാണിച്ചു തരാറുണ്ട് പല കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന ചില ടെക്നിക്സ് ആണ് ഇതിൽ വരാം, റേഡിയോളജിയിൽ വരാം. പിന്നെ ഫ്ലൂറോസ്കോപ്പി അതുപോലെ തന്നെ. ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇമേജസ് ആയിട്ട് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ പഠിപ്പിച്ചിട്ട് അതിന്റെ ഒരു ഫാസ്റ്റ് മൂവ്മെന്റ്. നമ്മുടെ പണ്ടത്തെ സിനിമയൊക്കെ കാണില്ലേ, പണ്ടത്തെ സിനിമ എങ്ങനെയായിരുന്നു,
ഇപ്പോഴത്തെ പോലെയല്ലല്ലോ 3D വിഷ്വൽസിനേക്കാൾ ഉപരി പണ്ടൊക്കെ ഈ എന്താ പറയാ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, ഈ റോൾസിലായിട്ട് ഇങ്ങനെ ഫിലിമുകൾ ഇങ്ങനെ വരും അല്ലെ. ഈ ഫിലിം ബാക്കില് എന്താ പറയാ ഉള്ളില് അതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന റൂമിനകത്ത് അവര് എന്താ പറയാ ഒരു ചെറിയ ദ്വാരത്തിൽ കൂടി ഇങ്ങനെ പ്രകാശമൊക്കെ കടത്തി വിട്ടിട്ട് ആ റീൽസ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത്. അതായത് ഈ ഫോട്ടോസ് ആണ് ശരിക്കും. ഈ ഫോട്ടോസുകളുടെ ഫാസ്റ്റ് മൂവ്മെന്റ് കാണുമ്പോൾ നമുക്ക് എന്ത് വിചാരിക്കും, അത് ചലിക്കുന്ന ചിത്രമായിട്ട് നമുക്ക് തോന്നും അല്ലെ. മൂവ്മെന്റ് ഫിലിംസ് ആയിട്ട് നമുക്ക് തോന്നും അല്ലെ, ആ രീതിയിൽ. അപ്പൊ ഈ പറയുന്ന ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്ത് ഫ്ലൂറോസ്കോപ്പിയിൽ അതിന്റെ റേസ് ഇങ്ങനെ ഒരു നമ്മുടെ ബോഡിയിലേക്ക് ഇങ്ങനെ കടത്തി വിടുമ്പോൾ അതിന്റെ ആ ഒരു പിക്ചേഴ്സ് ഇവിടെ സ്ക്രീനിൽ തെളിയാം. അതിങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ലൈക്ക് എ മൂവി, നമ്മളൊരു മൂവിയെ വാച്ച് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പൊ അത്തരം ടെസ്റ്റുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഹൈ ആയിട്ടുള്ള വോൾട്ടേജ് ആക്സലറേഷൻ ഉപയോഗിച്ചിട്ടാണ്. സോ ദ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ റേഡിയോളജിയിൽ അതിനു വേണ്ടിയിട്ട് പല ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഉദാഹരണം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എക്സ്റേ മെഷീൻ നമ്മുടെ റേഡിയോളജിയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമുക്കറിയാം അതിനകത്തും റേസ് ആണ് ശരീരത്തിലേക്ക് കടത്തുക. നമ്മൾ സാധാരണ ക്യാമറ ഉപയോഗിക്കും. ക്യാമറ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസ് ആണ് നമ്മുടെ ക്യാമറയിൽ പതിയ അല്ലെ. പക്ഷെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ഫോട്ടോ എടുക്കാൻ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാമറ പറ്റുമോ? ഇല്ല. അതിനാണ് സ്പെസിഫിക് ആയിട്ട് അവർക്ക് വേണ്ടി ഡോക്ടേഴ്സിന് അവരെ ഹെൽപ്പ് ചെയ്യാൻ ഇന്റേണൽ ഓർഗൻസിന്റെ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ് അവരുടെ ഈ ഒരു എക്യുപ്മെന്റുകളിൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള അസ്ഥികളുടെ മറ്റു ഓർഗൻസിന്റെ ഒക്കെ ഫോട്ടോസ് നമുക്ക് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എക്സ്റേ മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്, CT സ്കാൻ മെഷീൻ, MRI സ്കാൻ മെഷീൻ, അതുപോലെ എക്കോ കാർഡിയോഗ്രാം എന്തിനാ, ഹാർട്ടിന്റെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് കണ്ടെത്താനുള്ള മെഷീനാണ്. അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ അതും ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് എന്താ പറയാ ഇഞ്ചക്ഷൻസ് ഒക്കെ കുറച്ച് പെയിൻഫുൾ ആണ്. റേസ് അകത്തേക്ക് കടത്തി വിടുമ്പോഴും അതുപോലെ തന്നെ നമുക്കറിയാം എന്താ പറയാ കുറച്ചുകൂടി നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആണ്. എപ്പോഴെപ്പോഴും എക്സ്റേ എടുക്കുന്നതൊക്കെ നല്ലതല്ല എന്ന് പറയും. കാരണം ഇതൊക്കെ നമ്മുടെ സെൽസിലേക്കാണ് ചെന്ന് പതിയ അല്ലേ. അപ്പൊ അങ്ങനെ പതിയുമ്പോ അതിൻ്റെതായ നമുക്കറിയാം ഹൈ വോൾട്ടേജ് ആക്സലറേഷൻ ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ റേസിലെ അത്ര എന്താ പറയാ തീവ്ര ശക്തിയുള്ള ആക്സലറേഷൻ ആണ് പോണേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന സെൽസിലൊക്കെ പലതരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ എപ്പോഴെപ്പോഴും അത് എടുക്കുന്നത് നല്ലതല്ല. അപ്പൊ അതിനെയൊക്കെ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എന്താ പറയാ കളർ സൗണ്ടിന്റെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ബോഡിക്കകത്ത് എന്തൊക്കെ നടക്കുന്നു എന്ന് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഡിവൈസ് ആണ് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ. ഇറ്റ് അവോയ്ഡ്സ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇതിനകത്ത് എക്സ്റേസ് യൂസ് ചെയ്യുന്നില്ല ആൻഡ് ഓൾസോ ഇഞ്ചക്ഷൻസ് പെയിൻഫുൾ ആയിട്ടുള്ള ഇഞ്ചക്ഷൻസും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കുറച്ചുകൂടി എളുപ്പ രീതിയിലും അതുപോലെ തന്നെ കുറച്ചുകൂടി നമ്മുടെ ബോഡിക്ക് ഹാംലെസ് ആകുന്ന രീതിയിലും കണ്ടെത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ എക്യുപ്മെന്റ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ റേഡിയോളജി. ഇപ്പൊ റേഡിയോളജിയിലും ഡയഗ്നോസ്റ്റിക് രീതി തന്നെയാണ്. പക്ഷെ ആ ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് പക്ഷെ എന്തുപയോഗിച്ചിട്ടില്ല, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് എടുത്തിട്ടല്ല, ഇന്റേണൽ ഓർഗൻസിന്റെ കണ്ടുപിടിക്കാനുള്ള ചില പ്രത്യേക മെഷീൻസ് ഉപയോഗിച്ച് റേസ് ശരീരത്തിലേക്ക് കടത്തിവിട്ടിട്ടാണ്. ഓക്കെ, അതെ, സൗണ്ട് വേവ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ബ്ലഡിന്റെ ഫ്ലോയും മറ്റൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ തന്നെയാണ് അത് കണ്ടെത്തുക. യെസ്, അപ്പൊ നിങ്ങൾക്ക് ഈ റേഡിയോളജി മനസ്സിലായോ? അതിനകത്തും ഉള്ള ചില കാര്യങ്ങൾ നോട്ടായിട്ട് തരാം ഞാൻ. എന്താ പറയാ അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്താണെന്ന് തരാം. ഫ്ലൂറോസ്കോപ്പി എന്തെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അത് ഞാൻ എഴുതി തരാം. അവിടെ ഇരിക്കട്ടെ ആ നോട്ടും കൂടി. കുറച്ചുകൂടി ഈ പേജുകൾ തീർത്തിട്ട് നമുക്ക് നോട്ട് എഴുതാം ഐ തിങ്ക് അല്ലേ. അതിലേ ഇപ്പൊ തന്നെ വേണോ പേജുകൾ തീർത്തിട്ട് പോരെ? യെസ്, നെക്സ്റ്റ് വൺ CSSD, ദാറ്റ് മീൻസ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ് അടുത്തത്. CSSD ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ഇതിനു വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് ഓൾ ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ ക്ലീൻ ആൻഡ് ഓൾസോ സ്റ്റെറിലൈസ്ഡ്. അതായത് നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവിടുത്തെ എന്താ പറയാ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകൾ അല്ലെ, ഒത്തിരി ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് അവർ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻ സർജറീസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന അവരുടെ കോട്ടുകള്, ലാബിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകൾ, ഒത്തിരി സാധനങ്ങളുണ്ട്. ഇറ്റ് ഷുഡ് ബി സ്റ്റെറിലൈസ്ഡ് ആൻഡ് ക്ലീൻഡ് ഫ്രം ടൈം ടു ടൈം. നമുക്കറിയാം ഇതൊക്കെ കൃത്യമായിട്ട് ഓരോ സമയം പ്രതി എന്ത് ചെയ്തോളണം, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്
സ്റ്റെറിലൈസ് ചെയ്തിട്ട് വരും, വെറുതെ കഴിയുക പോലെ. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ആണ്. അപ്പൊ ആ ഒരു പ്രൊസീജിയറിന് വിധേയമാക്കിയതിനു ശേഷം മാത്രമാണ് അത്തരം ഇൻസ്ട്രുമെന്റുകൾ പിന്നീട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോ പർട്ടിക്കുലർ ടൈം അതൊക്കെ അവർക്ക് അറിയാം, എത്ര എങ്ങനെയൊക്കെയാണ് സ്റ്റെറിലൈസേഷൻ, ഏത് സമയത്താണ്, അതിലൊക്കെ ഒരു ഡേറ്റ് ഒക്കെ ഉണ്ട്. ആ ഡേറ്റ് ഇട്ട് അത്രയും സമയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി സ്റ്റെറിലൈസ്ഡ്. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് ആരാണോ അത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അത് കൊണ്ടുപോയി അത് എന്ത് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് അവർ റെസ്പോൺസിബിൾ ആണ്. സോ ഇറ്റ് വിൽ അവോയ്ഡ് ദ സ്പ്രെഡിങ് ഓഫ് ഡിസീസസ് ഡ്യൂ ടു ഇൻഫെക്ഷൻസ്. പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത്, രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ ഒരു പരിധി വരെ തടയാനായിട്ട് ഈ സ്റ്റെറിലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ വൈൽ സ്റ്റെറിലൈസിംഗ് ദ എക്യുപ്മെന്റ്സ്, ഇത്തരം എക്യുപ്മെന്റുകളൊക്കെ നമ്മൾ സ്റ്റെറിലൈസേഷൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ they have to follow the strict procedures. മെഡിക്കൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ഒക്കെ അവര് പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള, അവർ സജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ ചില പ്രൊസീജിയേഴ്സ് ഷുഡ് ബി ഫോളോഡ്. ഈ സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ഒക്കെ എങ്ങനെ വാഷ് ചെയ്യണം, എങ്ങനെ ഹൈജീനിക് ആക്കണം, അല്ലെങ്കിൽ എങ്ങനെ അത് സ്റ്റെറിലൈസ് ചെയ്യണം എന്നൊക്കെ പ്രത്യേക രീതിയൊക്കെ ഉണ്ട്. അപ്പൊ അത് ഫോളോ ചെയ്ത് മാത്രമാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് തോന്നിയ പോലെ കെയർലെസ് ആയിട്ട് അതൊക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെന്റുകളൊക്കെ ആയിരിക്കുള്ളൂ. അതിന്റെ തരത്തിലുള്ള നാശനഷ്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ എന്താ പറയാ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും, അല്ലെ, നമ്മുടെ ലാഭക്ഷമതയെ ബാധിക്കും. കാരണം അത് നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പുതിയത് വാങ്ങിക്കണ്ടേ. കോസ്റ്റ്ലി ആയിട്ടുള്ള ഇത്തരം എക്യുപ്മെന്റുകളൊക്കെ എപ്പോഴും വാങ്ങിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. അപ്പൊ അതൊക്കെ വളരെ കെയർഫുൾ ആയിട്ടായിരുന്നു അവിടുത്തെ പ്രൊസീജിയേഴ്സ്, മെഡിക്കൽ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് അല്ലെങ്കിൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ഡീൽ ചെയ്യുമ്പോൾ അത്തരം പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്ത് വേണം അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ. അപ്പൊ സ്റ്റെറിലൈസേഷൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? To avoid spreading of infections throughout the hospital. ഹോസ്പിറ്റലിലുടനീളം എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ സ്റ്റെറിലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. കിട്ടിയോ? CSSD ഒറ്റ 2 സെന്റൻസിൽ തന്നെ എല്ലാ കാര്യങ്ങളും CSSD നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അടുത്തതിലേക്ക് പോവാണേ. ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളാം. നമ്മളൊക്കെ പോയി അത്ര എത്തിക്കഴിയുമ്പോൾ പറയരുത്. ഓക്കെ. ആൻഡ് ഫോർത്ത് ഡിപ്പാർട്ട്മെന്റ് ഇൻ സപ്പോർട്ടിംഗിൽ വരുന്ന അടുത്ത 4ാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗ് എന്തിനു വേണ്ടിയിട്ടാ? which is in charge of keeping the hospital neat and clean. എപ്പോഴും ഹോസ്പിറ്റലിന്റെ പരിസരവും ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തും ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാൻ എന്താ പറയാ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ചാർജ് ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്ന് വെച്ചാൽ അവിടെയുള്ള ജോലിക്കാരെ കൊണ്ട് വൃത്തികേടായിരിക്കുന്ന സ്ഥലം സറൗണ്ടിങ്സും ക്ലീൻ ആവണം, അല്ലെ. ഹോസ്പിറ്റലിലാണ് നമുക്കറിയാം പലതരത്തിലുള്ള രോഗങ്ങളുമായിട്ടാണ് അവിടെ വരുന്ന ആളുകൾ. അപ്പൊ അതിന്റെയൊക്കെ രോഗാണുക്കളൊക്കെ അവിടെയൊക്കെ സ്പ്രെഡ് ആകാനും അത് അവിടെ കിടന്ന് മൾട്ടിപ്ലൈ ചെയ്യാനും സാധ്യതയുണ്ട്, അല്ലെ, പെരുകും. അപ്പൊ ഏതെങ്കിലും ഒരു ഡിസീസുമായിട്ട് വരുന്ന വളരെ സ്പ്രെഡിങ് ഒരു ഇതുള്ള ഒരു ഡിസീസ് ആണെങ്കിൽ അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് അവിടുത്തെ വൃത്തിഹീനമായ അന്തരീക്ഷം കാരണമാകും. സോ അതിന് ഇടകൊടുക്കാതെ അല്ലെങ്കിൽ അതിന് ഇടവരുത്താതെ ഓൾവേസ് ദ ഹോസ്പിറ്റൽ സറൗണ്ടിങ്സ് ആൻഡ് ഇൻസൈഡ് ഔട്ട്സൈഡ് എവറിഥിങ് ഷുഡ് ബി നീറ്റ് ആൻഡ് ക്ലീൻ, അല്ലെ. എപ്പോഴും കൃത്യമായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാൻ എന്താ പറയാ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അവിടെ എവിടെയെങ്കിലൊക്കെ വൃത്തികേടായി കിടക്കണമെങ്കിൽ വർക്കേഴ്സിനെ വിളിച്ചുകൊണ്ടുവന്ന് അതൊക്കെ ക്ലീൻ ചെയ്യിപ്പിക്കണം അവര്. ഓക്കെ. ആൻഡ് ഓൾസോ ദിസ് ഡിപ്പാർട്ട്മെന്റ് must deal with the laundry, cleaning of all the rooms of the hospital. Okay, ഹോസ്പിറ്റലിന്റെ റൂംസ് ഒക്കെ ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയാ സോയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, തുണികളും മറ്റൊക്കെ. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ജനലിന്റെ വിരികളാകാം, ഡോക്ടേഴ്സിന്റെ മുറിക്കകത്തുള്ള അവരുടെ ടേബിൾ ക്ലോത്ത് ആകാം, പേഷ്യൻസിന് കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസ്, അതായത് ബെഡ് കവറോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം, നമ്മള് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാനായിട്ട്. ഇവര് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും നമുക്കറിയാലോ, ഒരു ഹോസ്പിറ്റലിന്റെ പരിസരം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാന്ന് പറയുമ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യണം, അല്ലാതെ വെറുതെ ആ തറ മാത്രമൊക്കെ വൃത്തിയാക്കിയിട്ട് കാര്യമില്ല. ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് മാറ്റിപ്പിച്ച് അത് ലോണ്ടറിയിലേക്ക് കൊടുക്കാൻ മതി. ലോണ്ടറിയുടെ കാര്യങ്ങൾ ഇവർ ചെയ്യണ്ട, അലക്കലും വൃത്തിയാക്കലൊന്നും ഇവർ ചെയ്യണ്ട. പക്ഷെ അതൊക്കെ റിമൂവ് ചെയ്ത് അതൊക്കെ വൃത്തിയാണെന്ന് മനസ്സിലാക്കുന്ന സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്ത് ലോണ്ടറിയിൽ ഏൽപ്പിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഹൗസ് കീപ്പിംഗ് ചെയ്യണം. ബിക്കോസ് അവരാണല്ലോ തൂത്ത് വൃത്തിയാക്കുന്ന ആൾക്കാര്. അപ്പൊ അവരുടെ കണ്ണിൽ നമ്മുടെ വീടുകളൊക്കെ നമ്മൾ എന്താ ചെയ്യാം,
നമ്മൾ ഈ പറയുന്ന സാധനങ്ങൾ വീട് ക്ലീൻ ചെയ്യുമ്പോൾ ഉഷ്ണതും ഒക്കെ അവിടെ ഇവിടെ ഒക്കെ കിടക്കട്ടെ, എന്നിട്ട് വീടിന്റെ തറ മാത്രം ക്ലീൻ ചെയ്താൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ക്ലീൻ ചെയ്ത് എങ്ങനെയാ മോളിൽ തുടങ്ങി നമുക്ക് പറ്റുന്ന കൈയ്യൊട്ട് നടന്നൊക്കെ നമ്മള് തൂത്ത് വാങ്ങിയിട്ടൊക്കെ കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ലോട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ നമ്മൾ അവിടെ കൊണ്ടുവരും അല്ലെ, അതിനകത്ത് കൊണ്ടുവരും. ഹോസ്പിറ്റൽസ് ആകുമ്പോൾ ഒരുപാട് പേഷ്യൻസ് വരുന്ന സ്ഥലമാണ്. ഓരോ പേഷ്യൻസിനും കൊടുത്തിരിക്കുന്ന റൂംസിലൊക്കെ ഒരുപാട് സാധനങ്ങൾ വൃത്തിയാക്കാനും വാഷ് ചെയ്യാനൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് അതൊക്കെ ലോണ്ടറിയിൽ ഏൽപ്പിക്കുക എന്നുള്ളതും അതിനകത്ത് വരുന്നുണ്ട് ഹൗസ് കീപ്പിംഗിൽ. Okay, and ഇവിടെയും അതെ ഹൗസ് ഡിപ്പാർട്ട്മെന്റും അതെ why they are disposing any waste. നമുക്കറിയാം ക്ലീൻ ചെയ്ത് വരുമ്പോൾ എന്തുണ്ടാവും? തീർച്ചയായും വേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ വീട്ടിലെ കളിച്ചു വരുമ്പോൾ വേസ്റ്റ് ഉണ്ടാവില്ലേ? ആൻഡ് while disposing this waste we have to follow the strict hospital disposal procedures. അതൊക്കെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യണമെന്ന് ഹോസ്പിറ്റലിന്റെ സ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സ് പ്രകാരം മാത്രം. ഹോസ്പിറ്റൽസിന് ഒരു ഇതുണ്ടായിരിക്കും എങ്ങനെയാണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതെന്ന്. ആ റൂൾസ് പ്രകാരം മാത്രം ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇവിടെ എല്ലാം അടിച്ചു വാരി ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിന്റെ മുളക് കൊണ്ടത് എവിടെയെങ്കിലും എല്ലാവരും കൂട്ടിയിട്ടും അത് നല്ല കാര്യമായിരിക്കും തോന്നുന്നുണ്ടോ? ആണോ? അല്ല അല്ലെ? ബിക്കോസ് അവിടെയും കിടന്നാലും അത് അവിടെ കിടന്ന് ഡിസീസസ് രോഗാണുക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കിടന്ന് പെരുകി അത് എങ്ങോട്ടേക്ക് തന്നെ കയറുള്ളൂ, ഹോസ്പിറ്റലിന്റെ അകത്തോട്ട് കയറുള്ളൂ. സോ ദേ ഹാവ് ടു മേക്ക് സം പ്രോട്ടോകോൾസ്. അതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് എന്ത് ചെയ്യുക? ആ വേസ്റ്റുകളെല്ലാം തന്നെ ഡിസ്പോസ് ചെയ്യുക. യു ക്യാൻ സ്റ്റഡി ഓൾ ദീസ് തിങ്സ് ഇൻ എ ചാപ്റ്റർ വിച്ച് ഇസ് കോൾഡ് മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഇതിനെ കുറിച്ചിട്ട് വളരെ ആധികാരികമായിട്ട് ഒരുപാട് നല്ല നീട്ടി പിടിച്ച് വേസ്റ്റ് ഒക്കെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ചാപ്റ്റർ നമുക്ക് പഠിക്കാണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് ദ ഹോസ്പിറ്റൽ സറൗണ്ടിങ്സ് നീറ്റ് ആൻഡ് ക്ലീൻ. ഹോസ്പിറ്റലിന്റെ പരിസരവും ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓൾസോ ഇറ്റ് ഇൻവോൾവ്സ് ലോണ്ടറി. ലോണ്ടറിയും ഇതിനകത്ത് പെടുന്നുണ്ട്. ക്ലീനിങ് ഓൾ ദ റൂംസ് ഓഫ് ദ ഹോസ്പിറ്റൽ ഇഫക്റ്റീവ്ലി ആൻഡ് ഓൾസോ ദേ ഹാവ് ടു മേക്ക് സ്ട്രിക്ട്ലി ഫോളോ ദ പ്രൊസീജിയേഴ്സ് അക്കോർഡിംഗ് ടു ദ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന കാര്യത്തില് അതിന് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യം നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. Is it clear? ഹൗസ് കീപ്പിംഗ് മനസ്സിലായോ? ഉണ്ടോ എന്തെങ്കിലും ഡൗട്ട്? ഇല്ലെങ്കിൽ അടുത്തേക്ക് പോകും. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ ആണോ? യെസ്. സോ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഡയറ്ററി കാറ്ററിംഗ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഭക്ഷണം അല്ലെ? ഭക്ഷണം എന്ന് പറയുന്നത് മുഖ്യം അല്ലെ? അപ്പൊ നമുക്കറിയാം this department is responsible for providing food for the inpatients and also hospital professionals, nurses or employees. ആരൊക്കെയാണോ ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീൻ അല്ലെങ്കിൽ അവിടുത്തെ ഫുഡ് എന്താണോ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിക്കുന്ന ആളുകളുണ്ട്. ഏതാ പറയേണ്ടത്? ഒന്നുകൂടി CFSDO അല്ല സോറി ഹൗസ് കീപ്പിംഗോ? Housekeeping department is in charge for keeping the hospital surroundings neat and clean. ഹോസ്പിറ്റലിന്റെ സറൗണ്ടിങ്സ് നീറ്റും ക്ലീനും ആക്കി വെക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ്. ദേ ആൾസോ ഹാവ് ടു പെർഫോം ദ ലോണ്ടറി. ലോണ്ടറിയും ഇവര് തന്നെ പെർഫോം ചെയ്യണം. കാരണം ലോണ്ടറി എന്ന് പറഞ്ഞാൽ അവരുടെ കഴുകണവുമല്ല, ലോണ്ടറിയിലേക്ക് കൊടുക്കണം. അവിടെയുള്ള എന്തെങ്കിലും സോയിൽഡ് ആയിട്ടുള്ള, സോയിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഉപയോഗിച്ച ഇൻപേഷ്യൻസിനൊക്കെ കൊടുത്ത ടേബിൾ സോറി എന്താ പറയാ ബെഡ് ഷീറ്റ് പില്ലോ കവേഴ്സ് ഒക്കെ അവർക്ക് ഉപയോഗിച്ചിട്ട് ചില പേഷ്യൻസിന് ഇപ്പൊ സർജറിക്കൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് ഒരു സർജറിക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അവിടുന്ന് ഒരു ഉടുപ്പ് വരുമല്ലോ അല്ലെ? വെട്ടിക്കൊണ്ടുപോകാനുള്ളതല്ല, ഒരു പച്ച ഉടുപ്പ് വരില്ലേ? ചിലർക്ക് പച്ചയാണ്, ചിലർക്ക് നീലയാണ്. ഓക്കെ, ഈ പറയുന്ന ഉടുപ്പ് തരും. അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ബിക്കം സോയിൽഡ്. അതിനെയാണ് നമ്മൾ സോയിൽഡ് എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഉടുപ്പുകളൊക്കെ ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത ആൾ കൂടി ഉപയോഗിച്ച് 10 ആൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കഴുകാന്നാണല്ല. അതങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ മാറ്റി നമ്മൾ ലോണ്ടറിയുടെ അവിടെ വരെ വാതുക്ക് വരെ എത്തിക്കണം. ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കണം കഴുകാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വേസ്റ്റ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വരുമ്പോൾ എനി വേസ്റ്റ് നമുക്കറിയാം ക്ലീൻ ചെയ്യുമ്പോൾ വേസ്റ്റ് ഉണ്ടാകും. ഇറ്റ് ഷുഡ് ബി ഡിസ്പോസ്ഡ് അക്കോർഡിംഗ് ടു ദ സ്ട്രിക്ട് പ്രൊസീജിയേഴ്സ് ഓഫ് ഹോസ്പിറ്റൽസ് പ്രോട്ടോകോൾസ്. ഹോസ്പിറ്റൽസിന്റെ വേസ്റ്റ് ഡിസ്പോസൽ പ്രോട്ടോകോൾ എങ്ങനെയാണോ ആ രീതിയിൽ അത് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുകൾ എന്താണ്? ഫുഡ് സപ്ലൈ ചെയ്യുന്ന വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഇൻപേഷ്യൻസിന് എന്താണ് ഇവർ പറഞ്ഞേക്കുന്നത്? ഇൻപേഷ്യൻസിന് മാത്രമൊന്നുമല്ല, ഹോസ്പിറ്റലിൽ വരുന്ന ആളുകളും നമ്മുടെ ക്യാൻറ്റീനിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. And also these department have to provide food according to the nutritional menu provided by the nutrition department. അപ്പൊ ഹോസ്പിറ്റൽസ് ചില ഹോസ്പിറ്റൽസേ ഇന്ന ഫുഡ് ഉണ്ടാക്കാനായിട്ട് ആവശ്യപ്പെടും. അപ്പൊ they have to produce such food. അങ്ങനെയുള്ള ഫുഡാണ് അവർ ഉത്പാദിപ്പിക്കേണ്ടത്. എന്ന് വെച്ചാൽ രോഗികൾക്ക് ഇന്ന ന്യൂട്രീഷൻ ആയിട്ടുള്ള, കാരണം രോഗികളാണ്. അപ്പൊ അവർക്ക് എന്താ പറയാ ഒത്തിരി ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫുഡ് അങ്ങനെയൊക്കെ ഉള്ളതിനേക്കാൾ ഉപരി
കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അല്ലെ ന്യൂട്രീഷൻ മെനു പ്രകാരം പ്രൊവൈഡ് ചെയ്യാനാണ് ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് പറയാം. അപ്പൊ അതനുസരിച്ചുള്ള ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. ആൻഡ് ഡയറ്റീഷ്യൻ, നമുക്കറിയാം ഈ ഡയറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെൽത്ത് ടീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്ടറുടെ ടീമിലുണ്ടായിരിക്കും. Dietitians also will be there. But they will also closely they have to supervise. ഈ പറയുന്ന ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഫുഡ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവർ പോയിട്ട് അവിടെ പോയിട്ട് സൂപ്പർവിഷൻ ഒക്കെ നടത്തും. അവിടുത്തെ ജോലിക്കാരൊക്കെ എങ്ങനെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യണേ, വെദർ ദേ ആർ ഹൈജീനിക് ഓർ നോട്ട്. ഉണ്ടാക്കുന്ന ആൾക്കാർ കുറച്ച് വൃത്തിയിൽ മെനക്കൊക്കെ നിൽക്കണ്ടേ അല്ലെ? ചില ഫുഡൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സ്ഥലത്തൊക്കെ ഹോട്ടൽസിലായാലും റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമ്മൾ പോകാറുണ്ട്. ചില അവിടുത്തെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന സ്ഥലം അല്ലെ, നമുക്ക് നമ്മൾ ഇരുത്തി തരുന്ന സ്ഥലം അവിടെ ഹൈജീനിക് ആണോ നോക്കും. നമുക്ക് ഈച്ചയും മറ്റൊക്കെ വന്നിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ചിലപ്പോൾ കയറുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ തന്നെ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി പോരും അല്ലെ. അപ്പൊ നമ്മുടെ അവിടെ ഏകദേശം ഒക്കെ പരിസരമൊക്കെ ഒന്ന് വീക്ഷിക്കും. അതിന് വേണ്ടിയിട്ട് ഇന്ന് പല റെസ്റ്റോറന്റുകളും ഓപ്പൺ കിച്ചൺ പോലെ ആക്കിയിട്ടാണ് അവിടെ തന്നെ അല്ലെ ലൈവായിട്ട് എല്ലാം തന്നെ കാണിച്ചിട്ടാണ്. അപ്പൊ അത്ര ഹൈജീനിക് ആയിട്ട് അവർ ഉണ്ടാക്കുന്ന ആളുകളുടെ ഹൈജീനിക് സിറ്റുവേഷൻ ആണോ എന്നൊക്കെ നോക്കണം. അപ്പൊ ഇവരതിന് റെസ്പോൺസിബിൾ ആണ്. ഈ ഒരു ഡയറ്റീഷ്യൻ ഈ പറയുന്ന ഹെൽത്ത് ടീമുമായിട്ട് ക്ലോസ്ലി അവര് നഴ്സിംഗ് സർവീസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവിടെ ഈ പേഷ്യൻസിന് കൊടുക്കുന്ന ന്യൂട്രീഷണൽ ഫുഡ് അവരെന്ത് ചെയ്യുന്നു, അവർ പരിശോധിക്കുന്നു, അവരത് ടെസ്റ്റ് ചെയ്യുന്നു. അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ ഫുഡിന്റെ മെനു അവർക്ക് കൊടുക്കുക. സോ ദിസ് ഡയറ്റീഷ്യൻ ഹി ഓർ ഷീ ആരെങ്കിലും ആയിക്കോട്ടെ, ദേ ഹാവ് ടു ഓർഡർ ദി സപ്ലൈസ് ഓഫ് ഫുഡ്. ഫുഡ് ഇവർക്ക് വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കുക, അവരുടെ സ്റ്റാഫിനെ അതുപോലെ തന്നെ സൂപ്പർവൈസ് ചെയ്യുക, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ അതൊക്കെ സൂപ്പർവൈസ് ചെയ്യേണ്ടതൊക്കെ ഇവരുടെ ഡ്യൂട്ടിയാണ്. ഡയറ്റീഷ്യൻ ആണ് കേട്ടോ. അപ്പൊ ഡയറ്റീഷ്യന്റെ ഈ പറയുന്ന രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ആ രീതിയിലുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ അത് ന്യൂട്രീഷണൽ മെനു അനുസരിച്ചിട്ടൊക്കെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു സൂപ്പർവൈസ് ദ എംപ്ലോയീസ്. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ സൂപ്പർവൈസ് ചെയ്യുന്നു. അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന പാത്രങ്ങളും മറ്റൊക്കെ ഹൈജീനിക് ആണോ എന്ന് സൂപ്പർവൈസ് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ട ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. അല്ലെങ്കിൽ ഒരു രോഗവുമായി വന്ന് പല രോഗവുമായിട്ട് ഈ പേഷ്യന്റ് പോകേണ്ടി വരും ഹോസ്പിറ്റലിൽ നിന്ന്. കാരണം നമ്മളൊരു രോഗവുമായിട്ടാണ് വരണേ. അപ്പൊ രോഗികൾക്ക് വളരെ നമ്മൾ പറയില്ലേ, അസുഖം വരുമ്പോ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം, ഇന്ന സാധനം കൊടുക്കണ്ട. കാരണം രോഗം മാറുന്നത് വരെയെങ്കിലും നമ്മളോടൊന്ന് ഹെൽത്ത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ പറയുന്നത്. ഹൈജീനിക് ആയിട്ട് കുറെ നേരത്തെ ഒക്കെ ഉണ്ടാക്കിയത് അപ്പൊക്കെ ഉണ്ടാക്കുന്ന ചൂടോട് കൂടിയൊക്കെ കൊടുക്കുന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ ഡോക്ടേഴ്സ് അവരോടൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അതിനൊക്കെ അപ്പൊ നമ്മുടെ രോഗികളുടെ കാരണം ഇവർക്ക് പെട്ടെന്ന് അവർക്ക് ചെറുതാണെങ്കിലും അത് ചിലപ്പോൾ കൂടിപ്പോകാൻ, അത്തരം രോഗങ്ങൾ അവസ്ഥകൾക്ക് കൂടിപ്പോകാൻ സാധ്യത. അങ്ങനെ കുറെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് കൊടുക്കുന്നത് വയറ് കേടാക്കും. വയറിന്റെ എന്ത് കേടും റിഫ്ലക്സ് സം ഡിസീസസ്, എന്തെങ്കിലും രോഗങ്ങളായിട്ട് പുറത്തേക്ക് വരും. ചിലർക്ക് വയറ് കേടാകുന്നത് തന്നെയാണ്. കുറെയൊക്കെ തലവേദനകള് അല്ലെ, പനി വരുന്നു, അത് വയറിന്റെ കംപ്ലൈന്റ് ഒക്കെ വരുന്നത് കൊണ്ടൊക്കെ തന്നെയാണ്. അപ്പൊ എപ്പോഴും നമ്മളുടെ ഏറ്റവും വലിയ എന്താ പറയാ ഡൈജഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുന്ന ഇടമായ ആ മെഷീന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം സ്റ്റൊമക്ക് എപ്പോഴും ക്ലിയർ ആക്കി വെക്കുക അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറെയൊക്കെ നമ്മളുടെ രോഗങ്ങളൊക്കെ ഇല്ലാതൊക്കെ ആവാനായിട്ടൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. ഓക്കെ, എന്താണെന്ന് മനസ്സിലായല്ലോ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്? ഡൗട്ട് ഉണ്ടോ? അടുത്ത പറഞ്ഞോട്ടെ, മെഡിക്കൽ സോഷ്യൽ വർക്ക് ആണ്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് മെഡിക്കൽ സോഷ്യൽ വർക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. പറഞ്ഞോട്ടെ, അടുത്ത ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നതിനേക്കാൾ MSW എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഇന്നൊരു കോഴ്സ് തന്നെയാണ് MSW. അതല്ലേ, MSW എന്ന് പറയുന്നത് ഒരു കോഴ്സ് ആയിട്ട് ആളുകൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പോലെ ഇന്ന് ഒരുപാട് എന്താ പറയാ ഡ്യൂറേഷൻ വളരെ കുറവായിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഏതെങ്കിലും സ്പെസിഫിക് മേഖലകളില് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഏത് ഓർഗനൈസേഷൻ എടുത്താലും ഏത് തരത്തിലുള്ള ബിസിനസ് സംരംഭം എടുത്താലും ചില മേഖലകളുടെയൊക്കെ ചില അവര് ആ ബിസിനസ് അത്രയും കൂടി ഡെവലപ്ഡ് ആകാത്തത്, അല്ലെങ്കിൽ ഒത്തിരി ആളുകളുടെ ഇടയിൽ ഒരു പേര് കിട്ടാത്തതിന്റെ കാരണങ്ങൾ പല പോരായ്മകളാണ്. ചില ഇടങ്ങളിലുള്ള ചില പോരായ്മകളാണ്. അപ്പൊ അത്തരം ഇടങ്ങളിൽ നമുക്ക് കൂടുതൽ എന്താ പറയാ ഡെവലപ്മെന്റുകളൊക്കെ കൊണ്ടുവന്ന് ആ ഒരു മേഖലയിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഇന്ന് ഒരുപാട് കോഴ്സുകൾ ആ ഓരോ മേഖലകളുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഇപ്പൊ പഠിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റലിലുണ്ട് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റും അവരവരുടെ കീഴിൽ സുരക്ഷിതമാണ്. അവരൊന്നും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പക്ഷേ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും മെയിൻറ്റെയിൻ ചെയ്ത്
കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരാള് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരു പ്രൊഫഷണൽസ് വേണമെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒരു മാനേജ്മെന്റ് കൂടി വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇങ്ങനെ ഉണ്ടായിരുന്നത്. അതുപോലെ വിവിധ സ്ഥലങ്ങളുണ്ട്. HR എംപ്ലോയീസിനെ മാത്രം മാനേജ് ചെയ്യാൻ അല്ലെ, ഹ്യൂമൻ റിസോഴ്സുകളെ മാത്രം മാനേജ് ചെയ്യാൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് HRM എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. ഇതുപോലെ തന്നെ 6 months 1 year ഒക്കെ ആയിട്ടുള്ള കോഴ്സുകൾ. MSW അതിനകത്ത് പെട്ടിരിക്കുന്ന മറ്റൊരു കോഴ്സാണ് മെഡിക്കൽ സോഷ്യൽ വർക്ക്. എന്താണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇവിടേക്കൊന്നും നോക്കണ്ട, ഈ നോട്ടൊന്നും ഇല്ലെങ്കിലും നമുക്ക് എന്തറിയാം വാട്ട് യു മീൻ ബൈ മെഡിക്കൽ സോഷ്യൽ വർക്ക്. അതായത് സോഷ്യൽ വർക്ക് എന്താ? സാമൂഹ്യ സേവനം. അത് പുറത്ത്. അതായത് മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്താ? നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് ചില മെഡിക്കൽ സേവനങ്ങൾ ആവശ്യമുള്ള ചില പേഷ്യൻസ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്കറിയാം രോഗത്തിന്റെ വേദനയും കാഠിന്യവും ഗൗരവമൊക്കെ അറിഞ്ഞുകൊണ്ട് വരുന്ന ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിനെ കാണാനായിട്ട് പേഷ്യൻസ് വരുന്നു. പക്ഷേ when they approach the hospital or when they visit the hospital, they may face some psychological issues or mental stress relating to cope up with the finance or maintaining health. അവരുടെ രോഗം ഭേദമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽസിൽ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്ക് ഈ രോഗത്തിന്റെ വേദന ഒരു വശത്ത്, അതുകൂടാതെ മറ്റ് ചില സൈക്കോളജിക്കൽ ഇഷ്യൂസ് നമുക്ക് ഉണ്ടാകുന്നു, മെന്റൽ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ അതടയ്ക്കാനുള്ള കാശ് അതിന് വേണ്ടിയിട്ട് പൈസ പ്രൊവൈഡ് ചെയ്യാനില്ല. ഭയങ്കര വലിയ രോഗം വരുന്നു, ഫിനാൻഷ്യലി വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാത്ത ആളുകളൊക്കെയാണ് ഹോസ്പിറ്റൽസിൽ വരുന്നതെങ്കിൽ അവർക്ക് ആ രോഗം വന്നു എന്നുള്ളത് ഒരു ഭാഗത്ത്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇതിന് ഞാൻ ഇവിടുന്ന് പൈസ കണ്ടെത്തും, ഫണ്ട് കണ്ടെത്തും അല്ലെ, അല്ലെങ്കിൽ എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, അതൊക്കെ എങ്ങനെ എനിക്ക് കിട്ടുന്നത്, അതിന്റെ കവറേജ് എനിക്ക് എങ്ങനെ കിട്ടും, അങ്ങനെ ചില കാര്യങ്ങളെ പുറത്തോട്ടുള്ള ചില ആൾക്കാർക്ക് മെന്റൽ സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിനെയോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനെയോ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ, മാനസികമായിട്ട് അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമാണ് മെഡിക്കൽ സോഷ്യൽ വർക്ക്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ്, ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ലതായിട്ട് വേണമെന്നാണ്. ഇന്ന് നമ്മുടെ നാട്ടില് രാജ്യത്തിന് പുറത്തേക്ക് ഇവിടെ നിന്നൊക്കെ പഠിച്ചിട്ട് പുറത്തും ആളുകൾ ഒരുപാട് നഴ്സിംഗ് ഫോംസിലും ഹോസ്പിറ്റൽസിലും ഒക്കെ ഇതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. MSW ഒക്കെ പഠിച്ചിട്ട്. കാരണം നമ്മള് ഇതിന് കാശും ഉണ്ട്, നമുക്ക് അവിടെ കൊടുക്കാം. പക്ഷേ ഇതൊക്കെ എങ്ങനെയാ നടത്തേണ്ടതെന്ന് അറിയാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ചിലർക്ക് പേടിയാണ്, എന്താ ചെയ്യാ ഈ ഒരു സിറ്റുവേഷൻ, ഹൗ ഐ വിൽ ഫേസ് ഇറ്റ്, ഞാൻ അത് എങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കും, എങ്ങനെ എനിക്ക് അതിന് പരിഹാരം, ഒരു സൊല്യൂഷൻ കിട്ടാൻ സാധിക്കും എന്നുള്ള ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന ഫാമിലീസും പേഷ്യൻസും ഉണ്ട്. ടു സപ്പോർട്ട് ദം, അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആർക്കെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടോ? അതായത് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഒന്ന് പറയണേ. മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ക്ലിയർ ആണ്? ഓക്കെ. The department is manned with എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ്, അതായത് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലെ ജോലിക്കാര് സോഷ്യൽ വർക്കേഴ്സ് ആണ്. They helps the patient and their families. പേഷ്യൻസിനെ മാത്രമല്ല, പേഷ്യൻസിന്റെ ചിലപ്പോൾ പേഷ്യൻസ് തീരെ ചിലപ്പോൾ ഓർമ്മയില്ലാതെയൊക്കെ കിടക്കുന്ന ആളുകളാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട ഫാമിലീസ് ഉണ്ട്. അവർക്കുണ്ടാകുന്ന വളരെ വിശാലമായ ഒരുപാട് ഉണ്ട്. ചില ഒരു കാര്യമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് നമ്മുടെ മനസ്സിലേക്ക് കയറുമ്പോഴേ നമുക്കൊരു മെന്റൽ സ്ട്രെസ് ഉണ്ടാകും അല്ലെ. ഏതെങ്കിലും ഒരു കാര്യമൊക്കെ കുഴപ്പമില്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ ഭയങ്കര നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുമ്പോൾ ഇത് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ ഇഷ്യൂ അല്ലെ, ഒരു മാനസിക സാമൂഹിക പ്രശ്നമായി മാറും. അല്ലെങ്കിൽ നമുക്കൊരു മെന്റൽ സ്ട്രെസ് വരും. അപ്പൊ ആ ഒരു മെന്റൽ സ്ട്രെസ് ഒക്കെ വരുമ്പോൾ അങ്ങനെയുള്ളവർക്ക് മെന്റൽ സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യുക, കാശ് കൊണ്ടല്ല, അവർക്ക് വേണ്ട സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. മെഡിക്കൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ MSW എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫിസിയോതെറാപ്പി. ഇനി മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മളുടെ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പി റിഹാബിലിറ്റേഷൻ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ എന്താ, ഫിസിയോതെറാപ്പി ചെയ്യാന്ന് പറയാൻ കേട്ടിട്ടുണ്ടല്ലോ. ഈ ആക്സിഡന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് ജന്മന തന്നെ ഏതെങ്കിലും അവയവങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രക്ചറൽ ചേഞ്ചസ്, നമ്മൾ ഒരു മനുഷ്യന്മാരുടെ സ്വാഭാവികമായ സ്ട്രക്ചർ ഉണ്ട്, അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റമൊക്കെ വരുന്ന ജനിക്കുമ്പോഴൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ മാറ്റാനോ അല്ലെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അതിനുശേഷം പിന്നീട് ഉണ്ടാകുന്ന ഈ വേദനകളും മറ്റുമൊക്കെ ചിലർക്ക് സർജറി ഒക്കെ നടത്തി ഇപ്പൊ പല വേദനകൾ എപ്പോഴും വേദന. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അതൊക്കെ ഈ ഫിസിയോതെറാപ്പി കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക, മാറ്റുക. അപ്പൊ ഇത് മോസ്റ്റ്ലി ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഈസ് ലിങ്ക്ഡ് വിത്ത് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഓർത്തോപെഡിക്സ്
നമ്മുടെ എല്ല് ബോൺസ് മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോപെഡിക്സ് എന്ന് പറയുന്നത്. അതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ പ്രൊവൈഡ് തെറാപ്പി, ഹീലിംഗ് തെറാപ്പി ആണ് ഇതിനു വേണ്ടി ഇവർ കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ബോഡി ശരിയായ രീതിയിൽ നോർമൽ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. അപ്പൊ നടുവേദന, സ്ഥിരമായിട്ട് എന്തെങ്കിലും വീഴ്ച ചെയ്തതൊക്കെ പറ്റിയത് അതൊക്കെ ഫിസിയോതെറാപ്പി നടത്തി നോർമൽ ഫംഗ്ഷനിലേക്ക് അവർക്ക് ബോഡി പെയിൻ ഇല്ലാത്ത രീതിയിലേക്കൊക്കെ കൊണ്ടുവരുന്നു. ഇത് ഓഫേഴ്സ് ട്രീറ്റ്മെന്റ് ബോത്ത് ഇൻ ഔട്ട് പേഷ്യന്റ് ആൻഡ് ഓൾസോ ഇൻ പേഷ്യന്റ്. ഔട്ട് പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങളുടെ രൂപത്തിലും ഇൻ പേഷ്യൻസിന് കൊടുക്കുന്നതുമായിട്ട് രണ്ട് രീതിയിലും ഇവിടെ ഫിസിയോതെറാപ്പിയിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഫിസിയോതെറാപ്പി മനസ്സിലായോ? എനി ഡൗട്ട്? ഇല്ലല്ല. അടുത്തേക്ക് പോകാൻ അടുത്തതുകൂടി പറയണോ അല്ലെങ്കിൽ ഡൗട്ട് ഇല്ല. അടുത്തത് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസം പറഞ്ഞോളാം. ഫാർമസിയാണ് വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഹോസ്പിറ്റൽ. നമ്മുടെ ഹോസ്പിറ്റലിലെ ഏറ്റവും അത്യാവശ്യം വേണ്ട മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി. എന്താ ഫാർമസി? Pharmacy is the place where patient receives their drugs or medicines. ഹോസ്പിറ്റലില് വരുന്ന പേഷ്യൻസിന് വേണ്ട മരുന്നുകള്, മെഡിസിൻസ്, ഡ്രഗ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലം. പേഷ്യൻസിന് വരുന്നു പോകുന്നവർക്ക് മാത്രമല്ല, ഹോസ്പിറ്റലിൽ മൊത്തം എൻറ്റയർ ഹോസ്പിറ്റൽ, ദാറ്റ് മീൻസ് ഇൻ പേഷ്യൻസിനും അല്ലെ, ഹോസ്പിറ്റലിൽ വന്നു പോകുന്ന ഔട്ട് പേഷ്യൻസിനും ഇൻപേഷ്യന്റ് ആയിട്ടുള്ളവർക്കൊക്കെ മരുന്ന് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റലിലെ ഫാർമസി എന്ന് പറയുന്നത്. ആൻഡ് ദ ഹോസ്പിറ്റൽ ഫാർമസി ഷുഡ് ബി വെൽ എക്വിപ്ഡ് വിത്ത് എൻറ്റയർ മെഡിസിൻസ് ഓർ ഡ്രഗ്സ്. തീർച്ചയായും ആ ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ട എല്ലാ തരത്തിലുള്ള മെഡിസിൻസുമായിട്ട് എക്വിപ്ഡ് ആയിരിക്കണം ഫാർമസി എന്ന് പറയുന്നത്. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ വന്നു പോകുന്ന പേഷ്യൻസിന് കാർഡിയോളജിയിലും കൊടുക്കേണ്ട ഒരു നിസ്സാരമേത് മരുന്ന് പോലും ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഫാർമസി പിന്നെ എന്തിനാ അവിടെ അല്ലെ. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഒഫ്താൽമോളജി ഉണ്ട്, അതുപോലെ ഗൈനക്കോളജി ഉണ്ട്. അപ്പൊ അതാത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള മരുന്ന് എല്ലാം തന്നെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. എന്നാൽ ഇപ്പൊ ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റലിൽ ഇല്ല. ഉദാഹരണം ഗൈനക്കോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്ത ഹോസ്പിറ്റലാണ്. അങ്ങനത്തെ ഇല്ല, ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടി വരുന്ന മരുന്നുകളുടെ ആവശ്യകത അവിടെ ഉണ്ടാകുമോ? ഇല്ല. ഏത് ഡിപ്പാർട്ട്മെന്റുകൾ ഹോസ്പിറ്റലിലുണ്ടോ ആ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനുള്ള എല്ലാ മെഡിസിൻസും വിത്തും വെച്ച് എക്വിപ്ഡ് ആയിരിക്കണം ഒരു ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് നോട്ട് ഓൺലി ദ മെഡിക്കേഷൻസ് ഫോർ ദ പേഷ്യൻസ്, പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ മാത്രമല്ല കൊടുക്കുന്നത്, ആൻഡ് ഓൾസോ സം അതർ ഇൻസ്ട്രുമെന്റ്സ്, ഡ്രഗ്സ് വിച്ച് ആർ പ്രൊവൈഡഡ്, വിച്ച് ആർ ടു ബി പ്രൊവൈഡഡ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്സ്. ഹോസ്പിറ്റലിൽ വന്നു പോകുന്ന പേഷ്യൻസിന് കൊടുക്കേണ്ട ചില എന്താ പറയാ ഇൻസ്ട്രുമെന്റ്സ്, ഇപ്പൊ ഉദാഹരണത്തിന് നെബുലൈസ് ചെയ്യുന്ന മെഷീൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് വേണ്ടവർക്ക് അതും കൂടി പ്രൊവൈഡ് ചെയ്യാമെങ്കിൽ ഹോസ്പിറ്റലിൽ ഫാർമസിയിൽ അതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ കൊടുക്കാമല്ലോ, പുറത്തൊന്നും വാങ്ങിക്കണമെന്ന് പറയണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണം ഒരു ഹോസ്പിറ്റലിൽ. അപ്പൊ മെഡിസിൻസും അതുപോലെ തന്നെ മറ്റ് ഇൻസ്ട്രുമെന്റ്സും ഡ്രഗ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ് ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി റൺ ബൈ എ ഫാർമസിസ്റ്റ്. ഹോസ്പിറ്റലിന്റെ ഫാർമസി നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കണം. ആ ഫാർമസിസ്റ്റിന്റെ പ്രധാനപ്പെട്ട സർവീസസ് ആണ് താഴെ ഒരു 4 പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഫാർമസിയിൽ ചെയ്യുന്നത്? ഫാർമസിസ്റ്റുകൾ എന്ത് ചെയ്യും? പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് മെഡിക്കേഷൻസ് ആൻഡ് ഓൾസോ ഫാർമസ്യൂട്ടിക്കൽസ്. മരുന്നുമല്ലാത്ത ചില ഉപകരണങ്ങളും പ്രൊവൈഡ് ചെയ്യുക. അത് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് വാങ്ങിച്ചു വെക്കണം, അത് സപ്ലൈ ചെയ്യണം, അതുപോലെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ആളുകൾക്ക്. ഹോസ്പിറ്റലിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതുപോലെ തന്നെ മറ്റ് പുറത്ത് വരുന്ന പേഷ്യൻസിനും കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ്. ഇൻപേഷ്യൻസ് ആയവർക്കും ഔട്ട് പേഷ്യൻസിനും ഹോസ്പിറ്റൽ ഫാർമസി മരുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി. ഹോസ്പിറ്റലിന്റെ ക്ലിനിക്കലും അതുപോലെ തന്നെ എന്താ പറയാ ഹോസ്പിറ്റലിനകത്ത് ഓരോ എന്താ പറയാ വാർഡൊക്കെ ഉണ്ടെങ്കിലേ ആ വാർഡുകളുടെ മുമ്പിലൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു ഫാർമസി പോലെ ഉണ്ടാവും. എന്ന് വെച്ചാൽ മെയിൻ ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന് നഴ്സുമാര് അവരുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അവർക്ക് ഇൻചാർജ് ഉള്ള ആ വാർഡ് ഏതാണ് ആ വാർഡിലേക്ക് കൊടുക്കേണ്ട എല്ലാ പേഷ്യൻസിനും കൊടുക്കുന്ന മരുന്ന് കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് ഓരോ ദിവസത്തെയും. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ നേരെ കൊണ്ടുപോയി കൊടുക്കാം. നമ്മൾ വാർഡിന്റെ മുമ്പിൽ ചെല്ലുമ്പോ ഒരു കുഞ്ഞു കൗണ്ടറിൽ 2 നഴ്സുമാരൊക്കെ ആയിട്ട് ഇരിക്കുന്ന കാണാം അല്ലെ.
ആ വാർഡിൽ അവർക്ക് ആ വാർഡിൽ കിടക്കുന്ന പേഷ്യൻസ് ആരൊക്കെയാണോ അവർക്ക് കൊടുക്കേണ്ട മരുന്നുകൾ നമ്മുടെ ഈ നഴ്സ് എന്ത് ചെയ്യുന്നു, ഫാർമസി മെയിൻ ഫാർമസി പോയി കളക്ട് ചെയ്ത് കൊടുക്കുക. അതാണ് വാർഡ് ഫാർമസി. അല്ലാതെ ഹോസ്പിറ്റലിന്റെ ക്ലിനിക്കൽ ഫാർമസി എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യൻസിന് മരുന്നുകൾ കൊടുക്കാനുള്ളതാണ്. ഇനി the doctors have to prescribe according to the set of medications given by the pharmacy as a guide. ഇനിയില്ലേ ഈ ഹോസ്പിറ്റൽസില് ഫാർമസിയിൽ എന്തൊക്കെ മരുന്നുകളുണ്ട്, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഉള്ള മരുന്നുകൾ എന്താണോ അതിന്റെ ഒരു ലിസ്റ്റ് നമ്മുടെ ഫാർമസിസ്റ്റ് ഡോക്ടേഴ്സിനെ ഏൽപ്പിച്ചിരിക്കും. അപ്പൊ അതനുസരിച്ച് വേണം ഡോക്ടേഴ്സ് മരുന്നുകൾ തന്റെ മുമ്പിലിരിക്കുന്ന പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ. അല്ലാത്ത ഇല്ലാത്ത മരുന്നിന്റെ പേരൊന്നും നമ്മുടെ ഇത് കൊടുക്കുന്ന കാര്യമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് വായിക്കണം. അതേ സെയിം പ്രൊസീജിയർ നമ്മൾ കൊടുക്കേണ്ട മരുന്ന് കമ്പനി വ്യത്യാസത്തിൽ അവിടെ ഉണ്ടെന്ന് ചോദിക്കാം. അത് ഇത് കൊടുത്താലല്ലേ അവിടുത്തെ മരുന്ന് വിറ്റ് പോകുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇവിടെ ഇരിക്കുകയും ചെയ്യും. എന്നിട്ട് അവിടെ ലിസ്റ്റിൽ ഇല്ലാത്ത മരുന്ന് പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞ് എഴുതി കൊടുക്കുന്ന കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഗൈഡ് പോലെ ഒരു ലിസ്റ്റ് ഓഫ് മെഡിസിൻസിന്റെ ഇത് ആര് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഫാർമസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ദ ഡോക്ടേഴ്സ് ക്യാൻ ഫോളോ ദാറ്റ് പ്രൊസീജിയേഴ്സ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മരുന്നനുസരിച്ചുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സിന് പ്രിസ്ക്രൈബ് ചെയ്ത് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും. അതാണ് ഇപ്പൊ ഫാർമസിക്കാരാണ് ആ ഒരു ഗൈഡ് പോലെ കൊടുക്കണ്ടേ, ഇന്ന മരുന്നുകൾ ഉണ്ട് ഇവിടെ എന്നുള്ളത് അല്ലെ. അപ്പൊ ആ മരുന്നുകൾക്ക് അനുസരിച്ച് തന്റെ മുമ്പിൽ വരുന്ന രോഗിക്ക് എന്ത് മരുന്ന് പ്രൊവൈഡ് ചെയ്യണം, ഇന്ന മരുന്ന് ഇത്ര സ്റ്റോക്ക് ഉണ്ട്, അപ്പൊ അതനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം, പ്രിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരില്ല, അവരുടെ സ്റ്റോക്ക് അധികം ആയി പോകുകയില്ല. സോ ദീസ് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഫാർമസി. ഫാർമസി ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഫാർമസിയിലെ ഫാർമസിസ്റ്റ് ആണ് ഇതൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഫാർമസി മനസ്സിലായോ? ഫാർമസി മനസ്സിലായെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് നോട്ട് ബാക്കി നിൽക്കുന്നുണ്ട്. ക്ലിനിക്കൽ ലാബ് ഒന്ന് എഴുതാൻ നോട്ട്ബുക്കിലേക്ക്. നോട്ട്ബുക്കിൽ എഴുതുന്നവരാണെങ്കിൽ അവിടെ എഴുതുക. ടെക്സ്റ്റ് ബുക്കിൽ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അതിന്റെ മൂലത്തിലോ ആണെങ്കിൽ അങ്ങനെ എഴുതിയാലും മതി, നോട്ട് ഇല്ലാത്തവര്. അല്ലാത്തവർ ഇങ്ങനെ എഴുതിക്കോ. ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് എഴുതാം. ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് എഴുതാം. അതില് ഫസ്റ്റ് വൺ ബാക്ടീരിയോളജി എഴുതാം. ആറെണ്ണത്തിന്റെ പേരൊന്നും എഴുതാൻ വേണ്ടിയിട്ടാ. ബാക്ടീരിയോളജി എഴുതാൻ പറ്റുന്നുണ്ടോ? ക്ലിനിക്കൽ ലബോറട്ടറിന്ന് മെയിൻ ഹെഡിങ് കൊടുത്തിട്ട് അതിനകത്ത് വരുന്നത് ആയതുകൊണ്ടാണ് അത് ഹെഡിങ് എഴുതാൻ പറഞ്ഞത്. അതിനകത്ത് ഒന്നാമത്തേത് ബാക്ടീരിയോളജി. ഓക്കെ, എഴുതാ. വിച്ച് റിലേറ്റ്സ് ടു the study of biology, ബ്രാക്കറ്റില് ലിവിങ് ഓർഗാനിസംസ് എഴുതുക. ലിവിങ് ഓർഗാനിസംസ്. രണ്ടാമത്തേത് ബയോകെമിസ്ട്രി. ഒരു ഹൈഫൻ ഇടാ. കെമിക്കൽ പ്രോസസ്സസ്. PROCESSESS. ബയോകെമിസ്ട്രി ആണ്. കെമിക്കൽ പ്രോസസ്സസ് റിലേറ്റഡ് ടു ലിവിങ് ഓർഗാനിസംസ്. ഇത്തരം ജീവികൾ നമ്മുടെ ശരീരത്തിനകത്തുണ്ടെങ്കിൽ അവറ്റകൾ ഉണ്ടാക്കുന്ന ഒരു ചില കെമിക്കൽ പ്രോസസ്സസ്, അതുകൊണ്ട് ഫലമായിട്ട് ചില രോഗങ്ങൾ വരാം. അത് ബയോകെമിസ്ട്രി ടെസ്റ്റിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ലിവിങ് ഓർഗാനിസംസ്. നെക്സ്റ്റ് വൺ ഹിസ്റ്റോളജി. ചെറിയ ഫ്രേസ് പോലെ എഴുതിയാൽ മതി. നമ്മൾ ഫുൾ സെന്റൻസ് നീട്ടിപ്പിടി ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഹിസ്റ്റോളജി ഹൈഫനേറ്റഡ് ചെയ്ത മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് microscopic study of tissues and organs. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങള് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ കലകൾ, ടിഷ്യൂസ്, ഇതിനെ കുറിച്ചുള്ള പഠനം നടത്തി അതിലൂടെ ചില രോഗങ്ങൾ നിവാരണം ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ആ ഒരു പഠനമാണ് ഹിസ്റ്റോളജി. നെക്സ്റ്റ് വൺ സീറോളജി. SEROLOGY. Serology. Put a hyphen and write antibody test. Antibody test to ascertain. ASCERTAIN. Ascertain previous viral infection
and body. Bodies apostrophe s എന്നാണ് ബോഡിയുടെ എന്നാണ് BODY apostrophe s bodies. Immune response, immunity response, immune response towards it. നേരത്തെ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ അതിനെ എത്രത്തോളം നമ്മുടെ ശരീരം പ്രതികരിച്ചു എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു ആന്റിബോഡി ടെസ്റ്റ് അതിനെയാണ് നമ്മൾ സീറോളജി എന്ന് വിളിക്കുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഹെമറ്റോളജി. Hematology, HAEMOTOLOGY. Hematology. Study of blood and blood disorders. Study of blood and blood disorders. Study of blood and blood disorders. And the next one, cytology. Cytology. Cytology ki CYTOLOGY. Cytology. Hyphenated data. Study of cells. Study of cells, comma, its structure, comma, origin, function, etc. Origin, 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 function, etc. സെല്ലുകളെ കുറിച്ചുള്ള പഠനം, ആ സെല്ല് എവിടെ നിന്നുണ്ടായി, അതിന്റെ പ്രവർത്തനം എന്താണ്, അതെന്താണ് അതിന്റെ സ്ട്രക്ചർ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പഠനം നടത്താൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് സൈറ്റോളജി. സെൽസിനെ കുറിച്ച് പഠിച്ചിട്ട് ചിലപ്പോ രോഗം നിവാരണം ചെയ്തെടുക്കേണ്ടതുണ്ടാവുകയും അതുകൊണ്ട്. ഓക്കെ, യെസ്, വെരി ഗുഡ്. അപ്പൊ ഇത്രയും വരെയാണ്. അപ്പൊ അതുവരെ ഫാർമസി വരെ പഠിച്ചുകൊണ്ട് വരാം. ഫ്ലൂറോസ്കോപ്പിയും അടുത്ത ദിവസം പറഞ്ഞുതരാം. ടീച്ചറോട് പുറത്തുനിൽക്കുന്നത് നമ്മള് ടീച്ചറിന്റെ ഒരു മിനിറ്റ് പോലും നമ്മൾ മിസ്യൂസ് ചെയ്യണ്ടല്ല. നമ്മളുടെ സമയം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും വരെ നന്നായിട്ട് വായിച്ചൊക്കെ നോക്കാട്ടോ. എല്ലാ ദിവസവും വായിക്കണം. എടുക്കുന്ന അത്രയും പേജസ് ആണെങ്കിലും അതൊന്ന് 2 പ്രാവശ്യം വായിച്ചിട്ട് ബുക്ക് അടയ്ക്കാൻ നോക്കുക, ക്ലാസ് കഴിഞ്ഞിട്ടായാലും. ഓക്കെ, അപ്പൊ ഓക്കെ, സീ യു, ബൈ.